വിവിധ കക്ഷികൾ ഉണ്ടാകുന്നത്, മുഅ്തസിലിയാക്കളും അതുപോലെ ഷിയാക്കളൊക്കെ ഉണ്ടാകുന്നത്. ആ സമയത്ത് അവർക്കും ബാധകം ഫൈൻ തനാസഅ്തും ഫീ ഷൈഇൻ ഫറുദ്ദൂഹു ഇലല്ലാഹി വറസൂൽ. അതാണ് ആ സമയത്ത് അവർ കൃത്യമായ മുഅ്തസിലിയാക്കളാണോ ശരി, അതല്ല ഷിയാക്കളാണോ ശരി, അതല്ല അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ ആളുകളാണോ ശരി എന്ന് അവർ മനസ്സിലാക്കിയത് ഖുർആനിന്റെയും സുന്നത്തിന്റെയും അടിസ്ഥാനത്തിലാണ്. അന്ന് പോലും ഒരു ആയത്ത് കൃത്യമായി ഞാൻ ഓർക്കുന്നില്ല, ആ ആയത്തിനെ പൊക്കി പിടിച്ചുകൊണ്ട് ഷിയാക്കളൊക്കെ പറഞ്ഞിരുന്നു. സൂറത്ത് യൂസുഫിലുള്ള ഒരു ആയത്താണെന്ന് തോന്നുന്നു. അപ്പൊ അതിനെ എങ്ങനെയാണ് സഹാബാക്കൾ മനസ്സിലാക്കിയത്? ആ മനസ്സിലാക്കിയ വ്യാഖ്യാനത്തിന്റെ അടിസ്ഥാനത്തിൽ മനസ്സിലാക്കുമ്പോഴാണ് നമ്മൾ മൻഹജ് സലഫ് അംഗീകരിക്കുന്നവരാകുന്നത്. ആ രീതിയിൽ നോക്കുമ്പോൾ നമുക്ക് ഇന്ന് കേരളത്തിൽ മുജാഹിദുകൾക്കിടയിൽ പ്രത്യേകിച്ചും ഒരു പ്രയാസപ്പെട്ട സംഭവത്തിലാണ്. ഞാൻ ഒരു ഉദാഹരണം പറയാം. അങ്ങനെ ഇരിക്കുമ്പോൾ എപ്പോഴും ഖിയാമത്ത് നാളെ വരെ ഹക്ക് മനസ്സിലാക്കുള്ള മാനദണ്ഡം ഇവിടെ അള്ളാഹു സംരക്ഷിക്കുമെന്നുള്ള പൂർണ്ണമായി വിശ്വസിക്കുന്നു ഞാൻ. അതായത് എന്ന് വെച്ചാൽ, കാരണം പ്രവാചകന്മാരുടെ കാലം കഴിഞ്ഞു, ഇനി പ്രവാചകന്മാർ വരില്ല. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, 2 കാര്യങ്ങൾ ഞാൻ വിട്ടേച്ചു പോകുന്നു. ആ കാര്യം അതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരാൾ ജീവിച്ചു കഴിഞ്ഞാൽ ഹക്ക് മനസ്സിലാക്കാൻ സാധിക്കും. കക്ഷികളും സംഘടനകളും എന്നൊന്നുമല്ല പ്രശ്നം. ആ ഒരു രീതിയിൽ നമ്മൾ പഠിക്കുമ്പോൾ ഇന്ന് നമ്മുടെ കേരളത്തിൽ ജീവിക്കുന്ന ഒരു അമുസ്ലിമായ ഒരു സുഹൃത്ത് വിവിധ മതങ്ങളെ സംബന്ധിച്ച് പഠനം നടത്തുകയും അങ്ങനെ പഠനം നടത്തിയതിൻ്റെ അടിസ്ഥാനത്തിൽ ഇസ്ലാമാണ് യഥാർത്ഥത്തിൽ ദൈവത്തിൻ്റെ മതമെന്ന് ബോധ്യമാവുകയും അങ്ങനെ മുസ്ലിമാവുകയും ചെയ്തു. അദ്ദേഹം ഇസ്ലാമായതിൻ്റെ ശേഷം അദ്ദേഹം കാണുന്നു മുസ്ലിങ്ങളിലും ഒരുപാട് വിഭാഗങ്ങൾ, സുന്നികൾ, മുജാഹിദുകൾ, ജമാഅത്ത്, ബലീഗ്, അങ്ങനെ ഒരുപാട് വിഭാഗങ്ങൾ കാണുന്നു. അതിലേതാണ് ഏറ്റവും നല്ലത് ഹക്ക് എന്ന് അദ്ദേഹം മുജാഹിദാണെന്ന് അദ്ദേഹം മനസ്സിലാക്കി പഠനത്തിന്റെ അടിസ്ഥാനത്തിൽ. അയാൾക്ക് വേറെ ഒരു പ്രത്യേക ഒരു കക്ഷിയോടോ സംഘടനയോടോ പ്രത്യേക ഒരു ആഭിമുഖ്യമില്ലാത്ത ഒരു വ്യക്തി ആകേണ്ടതില്ല അയാളെ സംബന്ധിച്ചിടത്തോളം. അയാൾ കൃത്യമായ പഠനത്തിന്റെ അടിസ്ഥാനത്തിൽ മനസ്സിലാക്കിയാണ്. അങ്ങനെ മുജാഹിദ് പ്രസ്ഥാനമാണ് യഥാർത്ഥത്തിൽ അഹ്ലുസുന്നത്ത് വൽ ജമാഅത്ത് മനസ്സിലാക്കിയപ്പോഴാണ് അതിലും 3 വിഭാഗത്തെ കാണുന്നു. അതായത് ഒരു മടവൂർ വിഭാഗം, ഇപ്പോൾ ഉടലെടുത്തിരിക്കുന്ന 2 അഭിപ്രായ വ്യത്യാസങ്ങളും. നമ്മുടെ ആ അഭിപ്രായ വ്യത്യാസത്തിൽ അതായത് ഒരു വിഭാഗം പറയുന്നു എന്ത്, ഹാദിറായ, ഖാദിറായ, ഹയ്യായ, അതായത് ജീവിച്ചിരിപ്പുള്ള കഴിവുള്ള ഇവിടെ പ്രസന്റുള്ള ഈ സ്ഥലത്തുള്ള അങ്ങനെയുള്ള ഒരു ജിന്നിനോട് അതിൻ്റെ കഴിവിൽപ്പെട്ട ഒരു വിഷയം സഹായം ചോദിച്ചാൽ അത് ഷിർക്ക് ആണ് എന്ന് ഒരു വിഭാഗവും, അത് ഷിർക്കല്ല, ഹറാമാണ്, വസീലത്തുനില ഷിർക്ക് മാത്രമാണ് എന്ന് ഒരു വിഭാഗവും പറയുന്ന ഒരവസ്ഥ ഉള്ളത്. ആ അവസരത്തിൽ ഗൗരവമായ വിഷയമാണ്. തൗഹീദും ഷിർക്കും വ്യത്യസ്തമാകുന്ന അല്ലെങ്കിൽ വ്യക്തമാകേണ്ട ഒരു അഭിപ്രായ വ്യത്യാസമാണ് ഇത്. ഈ സന്ദർഭത്തിൽ അയാൾ എന്ത് അവലംബമാക്കും? അയാൾക്ക് അവലംബമാക്കേണ്ടത് പ്രമാണമാണ്. നമ്മളെ ഇതുവരെ പഠിപ്പിച്ച പണ്ഡിതന്മാർ പഠിപ്പിച്ച പ്രമാണമാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ കേരളം എന്ന ആധാരം മണ്ഡല സെക്രട്ടറിയാണ്. ഹക്ക് മനസ്സിലാക്കുക, കേരളത്തിലെ മുസ്ലിങ്ങൾ സാധാരണക്കാരായ ആളുകൾ സത്യം മനസ്സിലാകുക എന്നുള്ള ഒരൊറ്റ ഉദ്ദേശത്തോടു കൂടി മാത്രമാണ് അന്ന് സലീം തണ്ണീർപ്പന്തൽ ഈ രീതി ആവശ്യപ്പെട്ടപ്പോൾ ഞങ്ങൾ ഇതിനുള്ള ഈ ഒരു രീതിയിൽ ഈ ചർച്ചയിലേക്ക് വന്നത്. അപ്പോൾ അദ്ദേഹത്തിന് ഈ സത്യം മനസ്സിലാക്കാൻ എന്തുണ്ട് മാനദണ്ഡം എന്താണ്? അദ്ദേഹത്തിന് ഖുർആനും സുന്നത്തും ഇജ്മാവും ഖിയാസുമാണ്. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഈ വിഷയം സമർത്ഥിക്കണം. നമ്മൾ ഇവിടെ മനുഷ്യന്മാരല്ലാത്ത മനുഷ്യരോട് സഹായം ചോദിക്കുന്നത്, അവരുടെ കയ്യിൽപ്പെട്ട കാര്യങ്ങൾ സഹായം ചോദിക്കുന്നത് ഷിർക്ക്, ആ വിഷയത്തിൽ ആർക്കും അഭിപ്രായ വ്യത്യാസമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്ത് നമുക്ക് ധാരാളം മാതൃകകൾ കാണിച്ചു തന്നിട്ടുണ്ട്. പിന്നെ അതേപോലെ ആന പോലെയുള്ള മറ്റു പല ജീവികളുണ്ട്. ആ ജീവികളോട് സഹായം ചോദിക്കുന്ന വിഷയത്തിൽ നമുക്ക് അഭിപ്രായ വ്യത്യാസമില്ല. അതേ സ്ഥാനത്ത് ജിന്ന് ഒരു നമ്മൾ കാണാത്ത ഒരു അദൃശ്യ സൃഷ്ടിയാണ്. ആ സൃഷ്ടിയുടെ കഴിവിൽപ്പെട്ട കാര്യങ്ങൾ ചോദിക്കാൻ പറ്റുമോ ഇല്ലയോ? മുമ്പ് ഈ രീതിയിലുള്ള തർക്കങ്ങൾ ഉണ്ടായിരുന്നില്ല. ഇപ്പം കൃത്യമായിട്ട് ആ അഭിപ്രായ വ്യത്യാസം വന്നിരിക്കുകയാണ്. അപ്പോൾ ഏതാണ് സത്യം എന്ന് മനസ്സിലാക്കാൻ വിശുദ്ധ ഖുർആനിന്റെയും തിരുസുന്നത്തിന്റെയും അടിസ്ഥാനത്തിൽ, അതായത് കൃത്യമായ പ്രമാണത്തിന്റെ അടിസ്ഥാനത്തിൽ, ഈ കഴിഞ്ഞ വർഷം അബ്ദുറഹിമാൻ സലഫി എന്ത് പറഞ്ഞു എന്നോ, ഹനീഫ് എന്ത് പറഞ്ഞു എന്നോ, ഹുസൈൻ സലഫി എന്ത് പറഞ്ഞു എന്നോ, സക്കരിയ സലാഹി എന്ത് പറഞ്ഞു എന്നോ എന്നല്ല, ഒരു പുതിയ ഇസ്ലാമിലേക്ക് വന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം പ്രമാണം, അദ്ദേഹത്തിന്റെ പ്രമാണം വിശുദ്ധ ഖുർആനും തിരുസുന്നത്തുമാണ്. ആ തിരുസുന്നത്ത് എങ്ങനെ മനസ്സിലാക്കണമെന്ന്, മൻഹജ് സലഫിന്റെ അടിസ്ഥാനത്തിൽ മനസ്സിലാക്കണമെന്ന്, ഖുർആൻ എങ്ങനെ മനസ്സിലാക്കണമെന്ന് നമുക്കറിയാം, മുജാഹിദുകൾക്കറിയാം. ആ രീതിയിൽ ഖുർആനിന്റെയും സുന്നത്തിന്റെയും പ്രമാണത്തിന്റെ അടിസ്ഥാനത്തിൽ ഇത് ഷിർക്കാണോ ഷിർക്കല്ലോ എന്ന് തെളിയിക്കപ്പെടുന്ന ഒരു വേദിയാണ് നമുക്കാവേണ്ടത്. അതിന് പ്രത്യേക കക്ഷി ചേരാനോ പ്രത്യേകിച്ച് ഒരു വിഭാഗമാകാനോ അല്ല. ഹക്ക് മനസ്സിലാകണം. ആ മനസ്സിലാകാനുള്ള കേരള മുസ്ലിങ്ങൾ ഇന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ പ്രയാസത്തിൽ ഹക്കിന്റെ മാർഗം മനസ്സിലാകുകയും ആ മാർഗത്തിലേക്ക് ചലിക്കുവാനുള്ള ഒരു ആഗ്രഹത്തിന്റെ അടിസ്ഥാനത്തിൽ അതിനുള്ള ഒരു വേദി ഉണ്ടാണ്. ആ രീതിയിൽ ഈ ചർച്ച കൊണ്ടുപോകണം. അല്ലാതെ നമ്മൾ നേരത്തെ നടന്ന കാര്യങ്ങളെ അങ്ങനെ ഇങ്ങനെ KJയിൽ നിന്ന് വ്യതിചലിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളതുമല്ല. അത് യഥാർത്ഥത്തിൽ ഈ വിഷയം
ഇതിന്റെ കാതലായ വിഷയം എവിടെയാണോ കിടക്കുന്നത് ആ രീതിയിൽ ഈ ചർച്ച കൊണ്ടുപോവുകയും അത് ഹക്ക് മനസ്സിലാക്കാൻ അള്ളാഹുവിന്റെ മാർഗത്തിലുള്ള പൊരുത്തം ഉദ്ദേശിച്ചുകൊണ്ട്, പ്രീതി ഉദ്ദേശിച്ചുകൊണ്ട് നമ്മുടെ യഥാർത്ഥ ഇതിന് സിറാത്തുൽ മുസ്തഖീമിനാണ് ബോധ്യപ്പെടുത്തുവാൻ ആ രീതിയിലുള്ള ചർച്ച കൊണ്ടുപോകണമെന്നാണ്. അല്ലാതെ രീതിയിൽ നമ്മൾ വാശി കൊണ്ടോ വേറെ എന്തെങ്കിലും ഒരു പ്രത്യേക ആഗ്രഹങ്ങൾ കൊണ്ടോ കക്ഷികൾ തിരിയുന്നതിലോ ഒന്നും ഇതിൽ നിന്നും അർത്ഥമില്ല. നമ്മുടെ നിയത്തിനനുസരിച്ച് അള്ളാഹു അതിന് പ്രതിഫലം നൽകും. അതുകൊണ്ട് ആ രീതിയിലുള്ള ചർച്ചയാണ് ഞങ്ങൾ ഉദ്ദേശിച്ചത്. ആ രീതിയിൽ ചർച്ച കൊണ്ടുപോകണമെന്നാണ് എൻ്റെ വിനീതമായ അഭിപ്രായം. അള്ളാഹു നമുക്ക് ഹിദായത്തും ഇസ്തിഖാമത്തും നൽകി അനുഗ്രഹിക്കുമാവട്ടെ. അല്ലാഹുമ്മ അരിനൽ ഹഖ ഹഖൻ വർസുഖ്ന ഇത്തിബാഅഹു വഅരിനൽ ബാതില ബാതിലൻ വർസുഖ്ന ഇജ്തിനാബഹു. അല്ലാഹുമ്മ اجعلنا من الراشدين اللهم اجعلنا من الراشدين ربنا لا تزغ قلوبنا بعد إذ هديتنا وهب لنا من لدنك رحمة إنك أنت الوهاب وآخر دعوانا أن الحمد لله رب العالمين. السلام عليكم ورحمة الله وبركاته. السلام عليكم. الحمد لله رب العالمين. اللهم صل على محمد وعلى آل محمد. പിന്നെ ഞങ്ങൾ 3-4 പേരും പിന്നെ അബ്ദുൽ അസീസും കുഞ്ഞൊക്കെ കല്ലാച്ചി പള്ളിയിൽ വെച്ച് ഈ വിഷയമായിട്ട് സംവാദത്തിനല്ല ഞങ്ങൾ വന്നത്. ഈ വിഷയത്തിൽ ഞങ്ങൾക്ക് പരസ്പരം അറിയാനും പഠിക്കാനും വേണ്ടി ഞങ്ങൾ ഇരുന്നു. അത് ശരിയാണ്. അതിൽ ഈ വിഷയങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചപ്പോൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് 3 ഹദീസുകളാണ് വന്നതെന്ന് ഞങ്ങൾ ചർച്ച ചെയ്തു. അപ്പോൾ അവസാനം ചർച്ച ചെയ്ത് ഒരു തീരുമാനത്തിലെത്താത്തപ്പോൾ അസീസ് പറഞ്ഞു നമുക്ക് ഈ വിഷയത്തിൽ ചർച്ച ചെയ്തൂടെ. അപ്പോൾ സലീം ഖാൻ ചെയ്യാം, ഒരു പ്രശ്നമില്ല. അപ്പോൾ അന്ന് ഉറപ്പായി സലീം ഖാൻ ആവാമെന്ന് പറഞ്ഞു, ശ്രമിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ അപ്പം എന്താക്കി, അതിനുശേഷം ഞങ്ങൾ പണ്ഡിതന്മാരായിട്ട് ബന്ധപ്പെട്ടു. പണ്ഡിതന്മാർ പറഞ്ഞു ഞങ്ങൾക്ക് ചില സലാഹിയായിട്ടും ബന്ധപ്പെട്ട് അവർ പറഞ്ഞ സംവാദത്തിന് പ്രശ്നമില്ല, പക്ഷെ ഞങ്ങൾ കുറച്ചും കൂടി വിശദീകരണം നൽകേണ്ടതുണ്ട്. കാരണം അവർ 1.5 വർഷത്തോളം വിശദീകരിച്ചതാണ്. അപ്പോൾ അതിന് വിശദീകരണം കൊടുക്കേണ്ടതുണ്ട്. സംവാദത്തിന് ഒരു ഭയമില്ല, നടത്താം. അപ്പോൾ അസീസിന്റെ സംസാരത്തിൽ ഇപ്പം തന്നെ നടക്കണം എന്നുള്ളതിലേക്ക് അപ്പോൾ ഞാൻ നന്ദിയിൽ ഫൈസലിനെ വിളിച്ചു. ഫൈസൽ പറഞ്ഞു പ്രശ്നമില്ല, ഞാൻ ഏറ്റെടുത്തോ, അതിനാളെ മേലെ എടുത്തുകൊണ്ട് തന്നെ. അപ്പോൾ ഞാൻ ഏറ്റെടുത്തു. അങ്ങനെയാണ് സംവാദത്തിന് ഏറ്റെടുത്തത്. അപ്പോൾ അന്ന് അസീസുമായിട്ട് സംസാരിച്ച വിഷയം എന്ന് വെച്ചാൽ ഇപ്പം ഇന്ന് ഇതുവരെ പണ്ഡിതന്മാർ ചർച്ച ചെയ്തത് യാ ഇബാദല്ലാഹ് ഐ നൂനി എന്നൊരു ബന്ധപ്പെട്ട ഹദീസിൽ ആ വിളിയിൽ ജിന്നിനെയും മലക്കിനെയും ഉദ്ദേശിച്ചാൽ അത് ശിർക്കുണ്ടോ ഇല്ല എന്നാണ്. ആ വിളിയിൽ ശിർക്കുണ്ടോ ഇല്ല, അതാണ് മുജാഹിദ് പ്രസ്ഥാനം ഇതുവരെയും ചർച്ച ചെയ്തത്. അപ്പോൾ ഇതുവരെ ആ യാ ഇബാദല്ലാഹ് ഉമർ മൗലവിയായിട്ട് ചെറിയ ഉണ്ടാവട്ടെ ആ വിഷയമാണ് ചർച്ച ചെയ്തത്. ഇസ്തിആനത്ത് മിനൽ ജിന്നി എന്നുള്ള വിഷയം നമുക്ക് പിന്നെ വേറെ ചർച്ച ചെയ്യാം, അതിന് പ്രശ്നമില്ല. ഈ ഹദീസിൽ ശിർക്കുണ്ടോ ഇല്ലെന്നല്ല, ഈ ഹദീസിന്റെ മത്തിനിൽ യാ ഇബാദല്ലാഹ് എന്ന വിളിയിൽ അത് ശിർക്കുണ്ടോ ഉള്ളതാ, ജിന്നി മലക്കിനെ ഉദ്ദേശിച്ചാൽ അതന്നെ അസീസ് സംസാരിച്ചത്. അത് ശിർക്കുണ്ടെന്നല്ല അവന്റെ വാദം. ഈ ഹദീസിന്റെ അടിസ്ഥാനത്തിൽ ഒരാൾ വിജനമായ പ്രദേശത്തെത്തിക്കഴിഞ്ഞു. അപ്പൊ യാ ഇബാദല്ലാഹ് ഐ നൂനി എന്ന് അവിടെ പ്രസന്റുള്ള മലക്കിനെയോ ജിന്നിനെയോ ഉദ്ദേശിച്ചാൽ അതിൽ ശിർക്കുണ്ട് അസീസ് പറഞ്ഞു. അവനില്ല, ആവശ്യം ചർച്ച ചെയ്യാം, അങ്ങനെ ഫൈസലിനെ പറഞ്ഞു. അപ്പൊ ആ വിഷയത്തിൽ തീരുമാനമായിക്കൂടെ, അത് പഠിക്കണം. അതിൽ ശിർക്കുണ്ടോ ഇല്ലെന്ന് ചർച്ച ചെയ്തൂടെ, എന്നാ പ്രശ്നം? അതിനെന്താ തടസ്സം? അതിൽ ശിർക്കിൽ എന്താണ് നിങ്ങളുടെ വാദം? അത് നിങ്ങൾക്ക് സമർത്ഥിച്ചൂടെ? അൽഹംദുലില്ലാ വസല്ലല്ലാഹു അലാ നബിയിന വഅലാ ആലിഹി വഅസ്ഹാബിഹി അൽഫായിസീന ബിറല്ലാഹ്. നിങ്ങളുടെ ഭാഗത്ത് നിന്ന് 2 പേര് സംസാരിച്ചിട്ടുണ്ട്. അതെ. ഈ സംഭവവുമായി ബന്ധപ്പെട്ട് അസീസ് സാഹിബ് എന്നെ ഫോൺ ചെയ്തിട്ടുണ്ട്. അസീസ് കെ എന്നെ വിളിച്ചപ്പോൾ എന്നോട് പറഞ്ഞു, അസീസ് കെ ഞാൻ തമ്മിൽ ഒരുപാട് വ്യക്തിബന്ധമുണ്ട്, അതിൻ്റെ പേരിലാണ് അദ്ദേഹം എന്നെ വിളിച്ചത്. എന്നെ വിളിച്ചിട്ട് പറഞ്ഞു പിന്നെ ഇങ്ങനെ ഒരു ഫൈസലിനോട് ഇങ്ങനെ സംവാദത്തിന് ഞാൻ പറഞ്ഞപ്പോൾ ഓനിക്ക് എന്തോ ഒരു പിന്നെ ഇത് ഈ മേഖലയിൽ ഇല്ലാത്തതുകൊണ്ടായിരിക്കാം അങ്ങനെ എന്തോ ഒരു സംശയം മൂപ്പര് പറഞ്ഞു. എന്നോട് പറഞ്ഞു നീ അവന് പിന്നെ പറ്റിയ ആളുകളെ കൊണ്ടുവരണം, എന്നിട്ട് ഈ വിഷയത്തിൽ ഒരു സംവാദം നമുക്ക് നടത്താമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഇൻഷാ അല്ലാഹ് നമുക്ക് നടത്താം, കാരണം വെച്ചാൽ പഠിക്കാമല്ലോ ആ വിഷയം. നമ്മളിപ്പോൾ 2 ചേരിയായിട്ടൊന്നും തിരിഞ്ഞിട്ടൊന്നുമില്ല. നിങ്ങളൊരു തീം കൊണ്ടുവന്നു അല്ലെങ്കിൽ ഒരു ഇത് കൊണ്ടുവന്നു, അതിനെക്കുറിച്ച് ചർച്ച ചെയ്യും. നമ്മൾ ഇത് ഭിന്നിക്കാനുള്ള എത്ര നിങ്ങൾ ചിരിച്ചാലും ശരി, എത്ര പരിഹസിച്ചാലും ശരി, ഈ വിഷയത്തിൽ ഇതിൻ്റെ ഏറ്റവും വലിയ മർമ്മമാണ് സാമിക്ക പറഞ്ഞത്. ഈ യാ ഇബാദല്ലാഹ് ഐ നൂനി എന്ന ഹദീസിൻ്റെ മത്തിനിൽ ജിന്നും മലക്കും ഉദ്ദേശിക്കപ്പെട്ടാൽ ശിർക്ക് വരും എന്ന് പറഞ്ഞതോടുകൂടിയാണ് നമ്മൾ തമ്മിലുള്ള ഭിന്നതക്ക് തുടക്കം കുറിക്കുന്നത്. ഭിന്നത ആരംഭിക്കുന്നത് തന്നെ പിന്നെ അതുകൊണ്ടാണ്, അതുമായി ബന്ധപ്പെട്ട കാര്യമാണ്.
അതാണ് ഇവിടെ സാലിംക പറഞ്ഞത്. അതുമായി ബന്ധപ്പെട്ട് ഇന്നേ വരെ ഒരു മുജാഹിദ് പണ്ഡിതനും പറയാത്ത അഭിപ്രായം, അതിൽ ഞങ്ങൾ ഉറച്ചു നിൽക്കുന്നു. ആ ഉറച്ചു നിന്ന ആ അഭിപ്രായത്തിൽ സംവാദം നടത്താൻ നമുക്ക്. അങ്ങനെ ഇപ്പോൾ അനസ് മൗലവി, ഹനീഫ് കായക്കുടി എന്നെ നന്ദിയിൽ വന്നിട്ട് പിന്നെ അമ്പലക്കട് ഫൈസി പിശാജി എന്ന് പറഞ്ഞപ്പോൾ ആ പിശാജി എന്ന് പറഞ്ഞിട്ടില്ല. അങ്ങനെ പറഞ്ഞിട്ടുണ്ട് എങ്കിൽ എന്ന് ഹനീഫ് പ്രസംഗിച്ച ഹനീഫ് കാക്ക് ഓർമ്മയുണ്ട്. അബ്ദുൽ ഹമീദ് ഫൈസി അമ്പലക്കടവിന് മറുപടി പറയുമ്പോൾ അന്തി ദാറുസലാം അറബി കോളേജിൽ ഈ അന്തി പിന്നെ മുജാഹിദ് പള്ളി പൂട്ടിയിട്ട് താക്കോൽ ഞാൻ കൊണ്ടേ കൊടുക്കുക. അത് പിശാജ് എന്ന് പറയുന്ന ഒരു പദം അബ്ദുൽ ഹമീദ് ഫൈസി അമ്പലക്കടവ് പറഞ്ഞപ്പോൾ അതിൽ പിശാജില്ല എന്ന അതെ ശരിയാണത്. പക്ഷെ അന്ന് പോലും പറഞ്ഞില്ല ഇസ്ലാഹ് മാസികയിൽ ജബ്ബാർ മൗലവി ഇത് ശിർക്കാണ്, അല്ല പറഞ്ഞില്ല അന്ന്. ഇതേതാ വിശ്വാസം? ഈ വിശ്വാസം ഏതാ? മക്കയിലെ മുശ്രിക്കിന്റെ വിശ്വാസമാണ്. നേരത്തെ പറഞ്ഞല്ലോ ഇവിടെ, പിന്നെ അദ്ദേഹം പറഞ്ഞു ഞാൻ ആയത്തൂതിയെന്ന്, അതേപോലെ പിന്നെ ഒരുപാട് സംഗതികൾ പറഞ്ഞുവെന്ന് പറഞ്ഞല്ലോ. ഇത് മക്കയിലെ മുശ്രിക്കിന്റെ പച്ചയായ ശിർക്കാണിത്. ഈ ശിർക്ക് നമ്മുടെ മാസികയിൽ വന്നിട്ട് ആ ശിർക്കിനെ കുറിച്ച് ഞങ്ങൾ കെട്ടിക്കൊടുത്ത വേദിയിൽ വെച്ചിട്ട് ഞങ്ങളോട് പറഞ്ഞില്ല എന്ന്. എന്നിട്ട് ഇപ്പോൾ വന്നിട്ട് നിങ്ങൾ വലിയ വായിൽ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇതിൽ ശിർക്കുണ്ട് എന്ന് നിങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ യഥാർത്ഥത്തിൽ നിങ്ങൾക്ക് ഒരുപാട് വേദികൾ കിട്ടി. ഇത് ചില്ലറ വിഷയമല്ലല്ലോ. മക്കയിലെ മുശ്രിക്കിന്റെ വിശ്വാസവും മക്കയിലെ മുസ്ലിമിന്റെ വിശ്വാസമാണ് ഇവിടെ വേർതിരിയുന്നത്. ഇതിൽ മുശ്രിക്കിന്റെ ഒരു വിശ്വാസമുള്ള ഒരാളെയും കൂട്ടി നിങ്ങൾ പിന്നെയും ചർച്ചയായിട്ട് മുന്നോട്ട് പോവുക, അതിനെ ന്യായീകരിച്ചുകൊണ്ട്. ഇത് എങ്ങനെയാണ് ഇതിനെ പിന്നെ ന്യായീകരിക്കുക ഒരു പണ്ഡിതൻ എന്നുള്ള നിലക്ക് എന്നാണ് അതുകൊണ്ടാണ് ഞങ്ങൾ പറയുന്നത് സാലിംക പറഞ്ഞതുപോലെ ഈ വിഷയത്തിൽ ഒരു ചർച്ച നടക്കണം. ഇതിൽ യാ ഇബാദല്ലാഹീനൂനി എന്ന ഹദീസിന്റെ മത്തിനിൽ അഹ്ലുസുന്നയുടെ മുഴുവൻ പണ്ഡിതന്മാരും അതേപോലെയുള്ള നമ്മുടെ സാത്വികരായ പണ്ഡിതന്മാർ, മുൻകഴിഞ്ഞു പോയ സാത്വികരായ പണ്ഡിതന്മാർ, ഈ കേരളീയ മുസ്ലിം നവോത്ഥാന ചരിത്രത്തിന് നായകത്വം വഹിച്ച നമ്മുടെ മുജാഹിദ് പണ്ഡിതന്മാർ, ഈ മുജാഹിദ് പണ്ഡിതന്മാർക്ക് ഷിർക്കിൽ അല്ലെങ്കിൽ തൗഹീദും ഷിർക്കും വേർതിരിക്കുന്ന ഒരു വിഷയത്തിൽ അവർക്ക് അപജയം സംഭവിച്ചിട്ടുണ്ട് എന്ന സംശയത്തിന്റെ ഒരു കണിക പോലും അവർക്ക് നേരെ ആരോപിക്കാൻ നമുക്ക് സാധ്യമല്ല. കാരണം അവർ സഹിച്ച ത്യാഗവും അവർ സഹിച്ച ഭയങ്കരമായ പരിഹാസവും അതേപോലെയുള്ള അക്രമങ്ങളും അതൊക്കെ സഹിച്ചുകൊണ്ടാണ് ഈ പ്രസ്ഥാനത്തെ അവർ കെട്ടിപ്പടുത്തത്. കാരണം ഇന്നത്തെ പോലെ സൗകര്യങ്ങളില്ല. നമ്മൾ ഇന്ന് ഇരിക്കുന്നത് AC റൂമിലാണ്. ഇതേപോലെ യാതൊരു സൗകര്യവും ഇല്ലാത്തൊരു കാലഘട്ടത്തിൽ ഈ പ്രസ്ഥാനത്തിന്റെ തൗഹീദിന് വേണ്ടി ശബ്ദിച്ച മഹാരഥന്മാരായ നേതാക്കന്മാർ, ശബാബ് നമ്മുടെ പിന്നെ KNM-ന്റെ യുവജന പ്രസ്ഥാനമായ ISM-ന്റെ മുഖപത്രത്തിലാണ് മക്കയിലെ മുശ്രിക്കിന്റെ വിശ്വാസമെന്ന് നിങ്ങളിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ വിശ്വാസം വന്നത് എങ്കിൽ നമ്മുടെ പണ്ഡിതന്മാരെ നിങ്ങൾ പരിഹസിക്കുകയാണ് യഥാർത്ഥത്തിൽ ചെയ്യുന്നത്. മഹാന്മാരായ നമ്മുടെ പണ്ഡിതന്മാർ കേരള മുസ്ലിങ്ങൾക്ക് തൗഹീദ് പഠിപ്പിച്ചു കൊടുക്കുമ്പോൾ ISM-ന്റെ മുഖപത്രം അന്ന് വന്ന ഫത്വ നേരത്തെ പറഞ്ഞല്ലോ സാലിംക, ഒരു ഖുത്ബയിൽ ഒരു ദഈഫായ ഹദീസ് ഉദ്ധരിച്ചാൽ പോലും അതിനെ ചോദ്യം ചെയ്യുകയും നിങ്ങൾ പറഞ്ഞത് ശരിയല്ല എന്ന് അവരുടെ മുഖത്ത് നോക്കി പറയുകയും ചെയ്യുന്ന മുജാഹിദ് പ്രവർത്തകന്മാർ, അത്രക്ക് ദീനുള്ള മുജാഹിദ് പ്രവർത്തകന്മാർ, ഒരു മനുഷ്യനെയും തക്ലീദ് ചെയ്യാത്ത മുജാഹിദ് പ്രവർത്തകന്മാർ, അവരിറങ്ങിയാൽ ചോദിക്കും, മൗലവി നിങ്ങൾ പറഞ്ഞ ഹദീസ് ദഈഫാണല്ലോ മൗലവി, എന്തുകൊണ്ടാണ് മൗലവി നിങ്ങളിത് പറഞ്ഞത് എന്ന് വളരെ കൃത്യമായി ചോദിക്കുന്ന മുജാഹിദ് പ്രവർത്തകന്മാർക്ക് ISM-ന്റെ മുഖപത്രത്തിൽ ഒരു ചോദ്യത്തിന് മറുപടിയായി കൊടുത്ത മറുപടിയിൽ മക്കയിലെ മുശ്രിക്കിന്റെ വിശ്വാസം അച്ചടിച്ചു വന്നിട്ട് ആയിരക്കണക്കിന് വരുന്ന മുജാഹിദ് പ്രവർത്തകന്മാർ അതറിഞ്ഞില്ല എന്ന് പറയുന്നത് അനസ് മൗലവി ചിരിക്കരുത് നിങ്ങൾ. ആയിരക്കണക്കിന് വരുന്ന മുജാഹിദ് പ്രവർത്തകന്മാർ ആ ശബാബ് വായിച്ചു, അതിനു മുമ്പ് സൽസബീൽ വായിച്ചു, 2004 മണ്ണാർക്കാട് സംവാദത്തിൽ വെച്ചുകൊണ്ട് പറഞ്ഞു മക്കയിലെ മുശ്രിക്കിന്റെ നിലപാടാണ് ആ സുലൈമാൻ സഖാഫി മാളിയേക്കലിനോട് സക്കരിയ സലാഹി പറഞ്ഞത് എങ്കിൽ സാത്വികരായ പണ്ഡിതന്മാർ അതിനനുകൂലമായി നിൽക്കുമോ മൗലവി? എന്നിട്ട് നിങ്ങൾ ജംഇയ്യത്തുൽ ഉലമയുടെ ഒരു ലെറ്റർ പേഡ് ഇപ്പോൾ എടുത്ത് കാണിച്ചിട്ട് പറയുന്നു ഷിർക്കാണ് എന്ന്. കെ ഉമർ മൗലവിക്ക് തിരിഞ്ഞില്ലേ ഷിർക്ക്? അബ്ദുറഹ്മാൻ മദനി പാലത്തിന് തിരിഞ്ഞില്ലേ ഷിർക്ക്? ചെറിയമുണ്ടം അബ്ദുൽ ഹമീദ് മദനിക്ക് തിരിഞ്ഞില്ലേ ഷിർക്ക്? സാലിംക്ക് നേരത്തെ ചോദിച്ചു ചെറിയമുണ്ടം അബ്ദുൽ ഹമീദ് മദനിയെ തള്ളാൻ പറ്റുകയില്ല എന്ന്. പിന്നെ നിങ്ങൾ പറയുന്നത് അദ്ദേഹം മടവൂരിയാണ് എന്നാണ്. അദ്ദേഹം അതിന് ശേഷമാണ് മടവൂരി ആയത്. ഞാൻ പറയുന്ന 1980കളിലാണ് അത് എഴുതിയത് എങ്കിൽ 83-ലാണെന്ന് തോന്നുന്നു കൊട്ടപ്പുറം വാദപ്രതിവാദം നടക്കുന്നത്. ചെറിയമുണ്ടം അബ്ദുൽ ഹമീദ്
ഹമീദ് മദനി ആ വിഷയത്തിൽ അദ്ദേഹത്തിന് തൗഹീദിൽ അപകടം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ, അപജയം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ചോദിക്കട്ടെ അനസ് മൗലവി, 2012 മുമ്പ് ഈ വാചകം നിങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ചെറിയമുണ്ടം അബ്ദുൽ ഹമീദ് മദനിക്ക് മക്കയിലെ മുശ്രിക്കിന്റെ വിശ്വാസമാണ് ഉണ്ടായത് എന്ന് ഈ പാവപ്പെട്ട മുജാഹിദുകളോട് നിങ്ങൾ പറഞ്ഞിട്ടില്ല അനസ് മൗലവി, പറഞ്ഞിട്ടില്ല. നിങ്ങൾ വൈകാരികമായിട്ട് തന്നെയാണ് ഞാൻ ഈ പറയുന്നത്. ഈ പ്രസ്ഥാനത്തിൽ ഫിത്നയുണ്ടാക്കാൻ, ഈ പ്രസ്ഥാനത്തെ ഇല്ലായ്മ ചെയ്യാൻ നിങ്ങൾ ഈ പടച്ചുണ്ടാക്കി ഈ ആരോപണം പൊറുക്കുകയില്ല പടച്ച തമ്പുരാൻ. മരണം, നേരത്തെ പറഞ്ഞല്ലോ മധ്യസ്ഥൻ, മരണം എന്നുള്ളത് ഏത് സമയവും നമ്മളെ പിടികൂടും. സുബ്ഹാനല്ലാഹ്, 6 വർഷക്കാലം മക്കയിലെ മുശ്രിക്കിന്റെ വിശ്വാസമാണ്, പ്രാർത്ഥന ആരാധനയാണ്. അദ്ദുആഉ ഹുവൽ ഇബാദ, പ്രാർത്ഥന അത് തന്നെയാണ് ആരാധന. ശബാബിൽ വന്നത് സഹായത്തേട്ടമാണ്, ആ സഹായത്തേട്ടം പ്രാർത്ഥനയാണ്, പ്രാർത്ഥന ആരാധനയാണ്. അല്ലാഹു അല്ലാത്തവർക്കുള്ള ആരാധന മക്കയിലെ മുശ്രിക്കിന്റെ വിശ്വാസമാണ്. ഈ വിശ്വാസം ചെറിയ അബ്ദുൽ ഹമീദ് മദനി എഴുതി അല്ലേ? ഈ വിശ്വാസം അബ്ദുൽ ജബ്ബാർ മൗലവി എഴുതിയല്ലേ? എന്നിട്ട് നിങ്ങൾ കൂട്ടിക്കൊണ്ടുപോയി ആലുവ സംവാദത്തിൽ, ശിർക്കും തൗഹീദും വേർതിരിക്കുന്ന ഒരു സംവാദത്തിൽ ശിർക്കിന് വേണ്ടി ശബ്ദിച്ച ഒരു മനുഷ്യനെ കൂട്ടിക്കൊണ്ടുപോയാൽ ആത്യന്തികമായി അല്ലാഹുവിന്റെ സഹായം നമുക്ക് ലഭിക്കുമോ? സഹായം നമുക്ക് ലഭിക്കുമോ? ഉഹുദ് യുദ്ധത്തിന്റെ ചരിത്രം നിങ്ങൾക്കറിയുമോ? ഉഹുദ് യുദ്ധത്തിന്റെ ഒരു ചരിത്രത്തിൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നിന്ന സ്ഥലത്ത് നിൽക്കണമെന്ന് പറഞ്ഞപ്പോൾ, അത് തെറ്റിച്ചപ്പോൾ അല്ലാഹുവിന്റെ അടുക്കൽ നിന്ന് അവർക്ക് പരാജയം സംഭവിച്ചിട്ടുണ്ട് എങ്കിൽ തൗഹീദിനെ പച്ചയായി ദുർവ്യാഖ്യാനിച്ച് നിങ്ങളുടെ ഭാഷയിൽ മക്കയിലെ മുശ്രിക്കിന്റെ വിശ്വാസം ഈ സമൂഹത്തെ പഠിപ്പിച്ച അബ്ദുൽ ജബ്ബാർ മൗലവി, ആ അബ്ദുൽ ജബ്ബാർ, നിങ്ങളുടെ ഭാഷയിലാണ് ഞാൻ പറയുന്നത്, ആ അബ്ദുൽ ജബ്ബാർ മൗലവിയെ സംവാദത്തിന് കൂട്ടിക്കൊണ്ടുപോവുക, അള്ളാന്റെ സഹായം ഉണ്ടാവുക. നിങ്ങൾക്ക് മുഹമ്മദ് നബി തൗഹീദ് പറയാൻ അബൂജഹലിനെ കൂട്ടിക്കൊണ്ടുപോകുമോ? ഉത്ബയെ കൂട്ടിക്കൊണ്ടുപോകുമോ? എന്താണ് നിങ്ങൾ ഈ പറയുന്നത്? വ്യക്തമായ ശിർക്കാണ് എന്ന് നിങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്ന ഒരു സംഗതി. എന്നിട്ട് ഇവിടെ വന്നുകൊണ്ട് ഞങ്ങൾ പറഞ്ഞു ഈ വിഷയത്തിൽ നമുക്കിരിക്കാം. യാ ഇബാദല്ലാഹി എന്ന ഹദീസിന്റെ മത്തിനിൽ ശിർക്കുണ്ട് എന്ന് നിങ്ങൾ സ്ഥാപിച്ചാൽ, അത് നേരത്തെ പറഞ്ഞു സാലിംക, അത് ശിർക്കുണ്ട് എന്ന് നിങ്ങൾ സ്ഥാപിച്ചാൽ മുജാഹിദ് പ്രസ്ഥാനത്തിലെ സാത്വികരായ പണ്ഡിതന്മാർ മുമ്പ് കഴിഞ്ഞു പോയിട്ടുണ്ട്. ആ പണ്ഡിതന്മാരുടെ നിലപാടുകളിൽ നിന്ന് ശിർക്കുണ്ട് എന്ന് നിങ്ങൾ സ്ഥാപിച്ചാൽ പുഴക്കരയിലുള്ള ജിന്ന് പോകും, അതേപോലെ വിമാനത്തിന്റെ മേലെയുള്ള ജിന്ന് പോകും, മുഴുവൻ ജിന്നുകളും ഇറങ്ങും, ഒരു സംശയവുമില്ലാതില്ലോ. അതുകൊണ്ടാണ് ഞങ്ങൾ പറഞ്ഞത് ഈ വിഷയത്തിൽ നമുക്ക് സംവാദം നടത്താം. ഈ വിഷയത്തിൽ നമ്മുടെ മുൻ കഴിഞ്ഞു പോയ പണ്ഡിതന്മാർ ഏതൊരു നിലപാടിലാണ് സ്വീകരിച്ചത്? പിന്നെ നിങ്ങൾ പറഞ്ഞു ഞങ്ങളൊരു തത്വമായിട്ട് കൊണ്ടുവന്നു എന്ന്. തത്വമായിട്ടല്ല ഞങ്ങൾ കൊണ്ടുവന്നത്, മറിച്ച് ഖുറാഫികൾ, മറിച്ച് കുബൂരികളും സൂഫികളും ഈ ഹദീസുമായി വന്നപ്പോ ഞങ്ങൾ എവിടെയെങ്കിലും ഏതെങ്കിലും സ്ഥലത്ത് ഇതൊരു തത്വമായി അവതരിപ്പിച്ചു, ഇതാ ഇങ്ങനെ ഒരു ദുർബലമായ ഒരു ഹദീസുണ്ട്, അതുകൊണ്ട് ദുർബലമായ ഈ ഹദീസിന്റെ മത്തിനിൽ, ഈ ഹദീസിന്റെ അടിസ്ഥാനത്തിൽ ജിന്നുകളെ വിളിച്ച് സഹായം തേടൽ അല്ലെങ്കിൽ അങ്ങനെ വിളിക്കൽ ശിർക്കല്ല എന്ന ഒരു വാദം ഞങ്ങൾ കൊണ്ടുവന്നിട്ടില്ല. മറിച്ച് കുബൂരികൾ ഇത് പറഞ്ഞപ്പോ അതിന് മറുപടി പറഞ്ഞു. ഏത് പിന്നെ ചോദ്യോത്തരം എന്ന് പറയുന്ന എ പി അബ്ദുൽ ഖാദർ മൗലവിയുടെ പുസ്തകത്തിൽ നമുക്ക് കാണാം. തവസ്സുലുമായി ബന്ധപ്പെട്ട വിഷയം വന്നപ്പോ ആ ഹദീസിൽ നിങ്ങൾ പറയുന്ന തരത്തിലുള്ള പിന്നെ തവസ്സുലില്ല മക്കളെ, പിന്നെ അതിന്റെ മത്തിനിൽ അങ്ങനെയില്ല. അങ്ങനെ പണ്ഡിതന്മാർ അങ്ങനെ സ്വീകരിക്കുന്നതാണ്. ഇവിടെ അതിന്റെ മത്തിനിൽ ശിർക്കില്ല എന്ന് പറയുമ്പോ അത് പറഞ്ഞ ആളുടെ വിശ്വാസം മക്കയിലെ മുശ്രിക്കിന്റെ വിശ്വാസമാണെന്ന്, അത് ശിർക്കൻ വിശ്വാസമാണെന്ന് ഔലുസുന്നയുടെ ഇമാം, ഔലുസുന്നയുടെ പണ്ഡിതന്മാരെ കൊണ്ട്, മുൻകാല മുജാഹിദ് നേതാക്കന്മാരെ കൊണ്ട് സ്ഥാപിക്കാൻ നിങ്ങൾക്ക് കഴിയുമെങ്കിൽ അത് നിങ്ങൾ സ്ഥാപിക്കുക, അതിന്റെ പേരിൽ വ്യവസ്ഥ എഴുതുക. ഇൻഷാ അല്ലാഹ് ഞങ്ങൾ അതുമായി മുന്നോട്ട് പോകും. ഇവിടെ ജിന്നുകളെ വിളിച്ച് സഹായം തേടുന്ന ഒരു മുജാഹിദിനെയും നമുക്ക് കാണിക്കാൻ സാധ്യമല്ല. അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിൽ സാരിംക പറഞ്ഞ ഈ വിഷയത്തിൽ ഇൻഷാ അല്ലാഹ് സംവാദം നടത്താം. ആ സംവാദവുമായിട്ട് മുന്നോട്ട് പോവുകയാണ് എങ്കിൽ നിങ്ങളെ ഉയർത്തിക്കൊണ്ടുവന്ന ഈ സംഗതികളെ ഞങ്ങൾ തവിടുപൊടിയാക്കി പാറ്റിക്കളയും, അത് കയ്യിൽ തരും ഇൻഷാ അല്ലാഹ്. വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അത് പ്രസംഗിച്ചു പോകാമെന്നാണെങ്കിൽ എനിക്കും പ്രസംഗിക്കാനുണ്ട്, അതല്ല വിഷയം. അല്ല, ആ മധ്യസ്ഥനായിക്കോട്ടെ, അതല്ല ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ. മൂപ്പര് സംസാരിച്ചിട്ടുണ്ട് കുറെ ദിവസം. നമ്മൾ പറയട്ടെ, മധ്യസ്ഥന വാക്കുകളല്ല പറഞ്ഞത്, അതല്ല ഇവിടുത്തെ വിഷയം. തീർന്നില്ലല്ലോ. അതിന് ഞാൻ പറഞ്ഞു നിങ്ങൾ മറുപടി പറഞ്ഞോ, അവിടേക്ക്. സംസാരിച്ചോ.
തീർക്കാന്ന് പറഞ്ഞിട്ടില്ലല്ലോ. ഇപ്പൊ തീർന്നെന്ന് വിചാരിച്ച് അവസാനിപ്പിച്ച് പോകാൻ വിചാരിച്ച മുപ്പരടിച്ച് അവിടെ രണ്ടുപേരോട് സംസാരിക്കും. അതായത് അനൗൺസ്മെന്റ് ഒക്കെ നന്നായിട്ടുണ്ട്, ഉഷാറായിട്ടുണ്ട്. പക്ഷെ തെളിവുണ്ട് എന്നിങ്ങനെ പറയുന്നുണ്ട്. പക്ഷെ വാദപ്രയോഗത്തിന് ഇല്ല എന്നാണ് ഇപ്പോൾ മനസ്സിലാണ്. വാദപ്രയോഗത്തിന് ഉണ്ടെങ്കിൽ വാദം എഴുത്. നിങ്ങൾ പ്രസംഗിച്ചേക്ക് ഉഷാറായിട്ടുണ്ട് അൽഹംദുലില്ലാഹ്, ഭാവിയുണ്ട്. അതൊന്നും അല്ല ഇവിടുത്തെ വിഷയം. ഇവിടുത്തെ വിഷയം എന്ന് വെച്ചാൽ നമ്മെ സംബന്ധിച്ചിടത്തോളം വാദമാണ്. നിങ്ങളങ്ങനെ പ്രസംഗിച്ച് വിട്ടുപോകല്ലേ, അതൊക്കെ നമുക്ക് കഴിയും. പ്രസംഗിച്ചങ്ങ് വിട്ടുപോകല്ല. ദുർബലമായൊരു ഹദീസ്, ആ ഹദീസിന് പലതും ഉണ്ടാവും. ദുർബല ഹദീസിൽ അതിൻ്റെ ആശയം പലതും ഉണ്ടാവും. ദുർബല ഹദീസിൽ പല ആശയങ്ങളും ഉണ്ടാവും. കള്ള ഹദീസിൽ പല ആശയങ്ങൾ, ജൂതന്മാർ ഹദീസ് കെട്ടിണ്ടാക്കി അതിൽ പല ആശയം ഉണ്ടാവും. ഖാദിയാനികൾക്ക് ഹദീസുണ്ട്, ദുർബല ഹദീസുകൾ. അതിനകത്ത് കള്ളപ്രവാചകൻ അല്ലെ പ്രവാചകന്മാർ വരുന്ന ആശയം അവർ സ്ഥാപിക്കാൻ ശ്രമിക്കും. ഒരു ഹദീസിൽ, ദുർബല ഹദീസിൽ ഒരുപാട് ആശയങ്ങൾ ഉണ്ടാവും. ആ ആശയങ്ങളൊക്കെ സലഫി പണ്ഡിതന്മാരുടെ മേൽ കെട്ടിവെച്ച് പോകാം എന്ന് വിചാരിക്കേണ്ടതില്ല. നിങ്ങൾ പറഞ്ഞ ഈ വാദം, നിങ്ങളുടെ ഈ ഹയ്യായ ഹാദിറായ ഖാദിറായ ജിന്നിനോട് ജിന്നിന്റെ കഴിവിൽപ്പെട്ട കാര്യം ചോദിച്ച ശിർക്കല്ല എന്നതാണ് അവരുടെയൊക്കെ വാദമെങ്കിൽ എഴുത്. ദുർബല ഹദീസിന്റെ ആശയം എന്താണെന്ന് ചർച്ച, അതല്ല ഇത്രയും നേരം സംസാരിച്ചത്. എന്നിട്ട് അവസാനം ഒരു ബഹളം ഉണ്ടാക്കി, അല്ലെങ്കിൽ ഒരു ഒച്ചത്തിൽ കുറെ വർത്താനം പറഞ്ഞിട്ട് പോകാമെന്നൊന്നല്ല. അവരങ്ങനല്ലേ ഇവരിങ്ങനല്ലേ, അവരൊക്കെ ആളുകളൊക്കെ നിങ്ങളെക്കാൾ നന്നായിട്ട് അറിയാം ഞങ്ങൾക്ക്. നിങ്ങൾ പഠിപ്പിക്കേണ്ട കാര്യമില്ല. ഈ പറയുന്ന പണ്ഡിതന്മാരൊക്കെ വളരെ നന്നായി അറിയുന്നവർ വായിക്കും. നിങ്ങൾക്ക് വായിച്ചിട്ട് മനസ്സിലായിട്ടില്ല. ഇത് വായിച്ചാൽ മനസ്സിലാവില്ല. KP വരെ നിങ്ങൾ തെറ്റിദ്ധരിപ്പിച്ചു. KP എന്താ പറയുന്നത്? ആ പുസ്തകത്തിന്റെ ജിന്നോട് സായന്തരം ചെറുക്കാന്ന് പറയുന്നത് മുശ്രിക്കിന്റെ നിലപാടാന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനി ചോദിക്കട്ടെ, ഇദ്ദേഹം തന്നെ പറയണത് എന്താ? ഒരു ഷിർക്കിന്റെ വാദം ഉന്നയിച്ച ആളാണ് കൊണ്ടു നടക്കുന്നത്. നിങ്ങൾ നടത്തിയ അഭിമുഖമല്ലേ ഇത്? ജബ്ബാർ മൗലവി എഴുതിയ അന്ന് മുതൽ അത് ഷിർക്കാണ് എന്ന് വാദിച്ച്, തെറ്റാണെന്ന് വാദിച്ച ആളാണെന്നാണ് കരുവമ്പോയിൽ പറഞ്ഞത് അല്ലേ? എന്നിട്ട് ഈ കഴിഞ്ഞ ഇസ്ലാമിന്റെ ആ അവസ്ഥ വരെ എഡിറ്റർ ആരായിരുന്നു? ഈ കരുവമ്പോയിലായിരുന്നില്ലേ? ആയിരുന്നില്ലേ? അപ്പൊ നിങ്ങൾക്കെതിരെ വാദം ഉന്നയിച്ചടക്കുന്ന ആളെ നിങ്ങൾ കൊണ്ടുനടന്നത്. അപ്പോ നിങ്ങളുടെ അഭിപ്രായം തന്നെ വളരെ വ്യക്തമാണിത്. അപ്പൊ നിങ്ങൾ തന്നെ അഭിമുഖം നടത്തിയതാ ഇത്. അപ്പോ ഇതൊക്കെ ഇത്രയും കാലം എഴുതിയിട്ട് ഇത്രയും വേണ്ടി 2012 വരെ നിങ്ങൾ തെറ്റിദ്ധരിപ്പിക്കല്ലേ? ഇത് പച്ചക്കളവല്ലേ? അന്ന് മുതൽ തിരുത്തിയത് നിങ്ങളല്ല അഭിമുഖം നടത്തിയത്. അള്ളാഹ് അന്ന് നിങ്ങളെ കൊണ്ട് അഭിമുഖം നടത്തി ഇന്നിങ്ങനെ ഞങ്ങളുടെ മുന്നിൽ വന്നിരിക്കാൻ വേണ്ടിയല്ലേ അല്ലേ? അപ്പോ അന്ന് തന്നെ ഇത് എഴുതിയപ്പോ ഇത് വ്യക്തമായ തെറ്റാണ് എന്ന് ജബ്ബാർ മൗലവിയോട് പറഞ്ഞു കൊടുത്തു എന്നാ. എന്നിട്ട് ജബ്ബാർ മൗലവി എഴുതിയ വാദം ഉമർ മൗലവിയുടെ വാദമാണ് പോലും. ജബ്ബാർ മൗലവി എഴുതിയ ഇരുട്ടിൽ തപ്പിത്തടഞ്ഞ് നടന്നാല്, ആ നടക്കുന്ന ആൾ ശബ്ദം കേട്ടിട്ട് ജിന്നോട് സഹായം തേടിയാൽ അത് ശിർക്കല്ല എന്ന വാദമാണ് ഉമർ മൗലവിയുടെ വാദം. അതാണ് മുജാഹിദിൽ മുഴുവൻ വാദം. ഇതുവരെയും ഇതിനെ ന്യായീകരിച്ചില്ലെന്നല്ലേ ചോദിച്ചത് ഫൈസൽ? ഇതുവരെയും അപ്പൊ പറയുന്നില്ല. അപ്പൊ എന്താ പറഞ്ഞില്ല? മനസ്സിലാക്കണം. അപ്പോ ഇത് വളരെ വ്യക്തമാണ്. അപ്പോ ഇതുവരെ ഞങ്ങൾ ന്യായീകരിച്ചാണെന്ന് പറഞ്ഞ കളവല്ലേ? ഈ പ്രസ്ഥാനം മുഴുവൻ ന്യായീകരിച്ചെന്ന് പറഞ്ഞ കളവല്ലേ? അതിന്റെ എഡിറ്റർ വരെ തിരുത്താൻ ശ്രമിച്ചിട്ട് തിരുത്തിയില്ല എന്നല്ലേ? അദ്ദേഹത്തിനൊക്കെ തിരുത്താൻ പോയി, ഹുസൈൻ സലഫി പോയി, എന്നെ മാറ്റി നിർത്ത്, ഹുസൈൻ സലഫി പോയി എന്നല്ലേ? അപ്പൊ ഇവരൊക്കെ ന്യായീകരിച്ചാണെന്നാ ഈ ഹുസൈൻ സലഫിയുടെ ക്ലിപ്പ് നിങ്ങൾ ഈ ആയിബാദിലൊക്കെ ഇട്ട് അടക്കണില്ലേ? ഈ ആയിബാദിലൊക്കെ ഹുസൈൻ സലഫിയുടെ ക്ലിപ്പ് ഇട്ട് അടക്കണില്ലേ? ജബ്ബാർ മൗലവിയുടെ ആശയത്തെ തിരുത്താൻ ഹുസൈൻ സലഫി പോയിട്ടില്ലേ? ഇല്ല എന്ന് പറയണ്ടോ നിങ്ങൾ? ഇല്ലല്ലോ. എന്നിട്ട് ഇതൊക്കെ ന്യായീകരിച്ചെന്ന് കള്ളം പറഞ്ഞിട്ട് ഈ സമുദായത്തെ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിക്കുക. നിങ്ങൾക്ക് ഗ്രൂപ്പ് വേറെ ഉണ്ടാക്കണമെങ്കിൽ വേറെ ഉണ്ടാക്കിക്കോ. പക്ഷേ ഈ പിഴച്ചവാദം മുജാഹിദിന്റെ പേരിൽ വെച്ചിട്ട് സമ്മതിക്കൂല. പിഴച്ചവാദം, ഈ ജിന്നിനോട് സഹായം തേടൽ ശിർക്കല്ലെന്ന പിഴച്ചവാദം, പുഴയിൽ വീണ ഒരാൾ കരയിലെ ജിന്നോട് തേടിയ ശിർക്കല്ല എന്ന ഈ പിഴച്ചവാദം മുജാഹിദിന്റെ പേരിൽ നിലം തൊടാൻ ഞങ്ങൾ അനുവദിക്കൂല. അല്ലെങ്കിൽ ഞങ്ങളുടെ തല മണ്ണി കുത്തണം. ഞങ്ങളുടെ പേര് വെച്ചിട്ട് നിങ്ങൾ ശിർക്ക് പ്രചരിപ്പിക്കാന്ന് വിചാരിച്ചോ? അത് നടക്കുന്ന പ്രശ്നമില്ല, നടക്കൂല. അപ്പൊ ഇത് വളരെ നിങ്ങളുടെ വാദം എഴുത്. അതാണ് ആൺകുട്ടികളുടെ സ്വഭാവം. അല്ലാതെ വാദം ഇങ്ങനെ റോട്ടി പറയുക, വാദപ്രയോഗത്തിന് മുമ്പ് എഴുതാതിരിക്കുക, അത് ആൺകുട്ടിക്ക് ചേർന്നല്ല. ഒച്ചിട്ട് പ്രസംഗിക്കുക. ഇപ്പോൾ ഒരു അനൗൺസറെ വിളിച്ചാൽ മതി, നന്നായിട്ട് പ്രസംഗിക്കും പ്രാസോപ്പിച്ചിട്ട്. അതൊന്നും അല്ല ഇവിടെ വേണ്ട. ഇവിടെ വാദവും തെളിവാണ്, വാദപ്രതിവാദത്തിനാണ് വന്നിരിക്കുന്നത്. അപ്പൊ വാദം വേണം, തെളിവ് വേണം. മധ്യസ്ഥന്മാർ പറഞ്ഞല്ലോ ഇവിടുത്തെ തർക്കം എന്താണ്, ഇവിടെ സാധാരണക്കാരുടെ തർക്കം എന്താണ്? ഇതുവരെ മുജാഹിദ് ഉസ്താദ് ഇങ്ങനെ തർക്കങ്ങൾ കണ്ടിട്ടുണ്ടോ? KP യുടെ കാലത്തുണ്ടോ? ഉണ്ടോ? ഈ ജബ്ബാർ മൗലവിയും ഈ സക്കരിയ മൗലവി ഇറങ്ങിയതിന് ശേഷമല്ലേ ഈ വാദം നിങ്ങൾ വരെ പറയാൻ ധൈര്യം കാണിച്ച്? അതുവരെ ശിർക്കല്ല എന്ന് പറയാൻ ധൈര്യം ഉണ്ടായിരുന്നില്ല നിങ്ങൾക്ക് അല്ലേ? പുഴയിൽ വീണ ആൾ കരയിലെ ജിന്നെ വിളിച്ച ശിർക്കാണെന്ന് ചോദിച്ചാൽ ശിർക്കല്ല എന്ന് പറയുമോ നിങ്ങൾ? ഈ വിശദീകരണമായിട്ട് റോഡിൽ ഇറങ്ങിയതിന് ശേഷമല്ലേ അത് പറയാൻ തുടങ്ങിയത്? അപ്പോ നിങ്ങൾ തെറ്റിപ്പോയി സഹോദരങ്ങളെ, പ്രയാസമുണ്ട്. നിങ്ങൾ ഇങ്ങനെ ആകേണ്ടവരല്ല. തൗഹീദിന് വേണ്ടി പറയേണ്ട ആ നാവ് നിങ്ങളിപ്പോ ജിന്നിന് വേണ്ടി വാദിച്ചുകൊണ്ടിരിക്കണം. അവസ്ഥ ആലോചിക്കണം. നിങ്ങൾ ജിന്നിന് വേണ്ടിയല്ലേ വാദിച്ചുകൊണ്ടിരിക്കണേ? അള്ളാഹിനെ വിളിക്കുന്ന കാര്യത്തിന് വേണ്ടി വന്നാണ് നിങ്ങൾ? ആണോ? പണ്ട് മുസ്ലിയാക്കന്മാർ മുഹീദ്ദീൻ വേണ്ടി വാദിക്കാൻ വേണ്ടി വന്നിരിക്കും. ഇങ്ങനെ
അപ്പോ ഇതുപോലെ ഇപ്പൊ ജിന്നിന് വേണ്ടി വാദിക്കാൻ വേണ്ടി വന്നിരിക്കുക. ഇപ്പൊ ഞങ്ങള് ആലോചിച്ച് നോക്ക്, നിങ്ങളെ ഈ രൂപത്തിൽ നേരിടേണ്ടി വരിക പ്രയാസമുള്ള സംഗതി തന്നെയാണ്. ഞങ്ങൾക്ക് മാനസികമായ പ്രയാസമുണ്ട് നിങ്ങളെ ഈ കോലത്തിൽ കാണുമ്പോൾ. പ്രയാസം, ഞങ്ങൾ സ്നേഹിക്കുന്ന ആളുകൾ തന്നെ, നിങ്ങൾ പ്രത്യേകിച്ച് നിങ്ങളൊക്കെ വളരെയധികം സ്നേഹിക്കുന്ന ആൾക്കാർ തന്നെ. പക്ഷേ നിങ്ങൾ ഈ വിഷയത്തിൽ തെറ്റിപ്പോയി. അത് നിങ്ങൾ നസീഹത്തോടെ ഗുണകാംക്ഷയോടെ മനസ്സിലാക്കി. നമ്മളൊരു സമസ്തക്കാരനോട് പറയണ അതേ മനസ്സുണ്ടല്ലോ, അവർ നന്നാകണമെന്ന ആഗ്രഹത്തോടുകൂടി അത് ആ നിലയിൽ തന്നെ നിങ്ങളോട് പറയണത്. അല്ല നിങ്ങൾ നന്നാകരുത് പഠിച്ചുകൊണ്ട് ഈ വാദമായിട്ട് പോകുന്നു. അല്ലാഹി നിങ്ങൾ അങ്ങനെ ചെയ്യരുത്. ഇത് ഗൗരവമുള്ള വിഷയമാണ്. വൈസല ഇത് കളിക്കേണ്ട വിഷയമല്ല. അതുപോലെ തന്നെ സാലിമ ഇത് കളിക്കേണ്ട വിഷയമല്ല. നേരെ മറിച്ച് സ്നേഹത്തോടെ നിങ്ങൾ വിഷയം എഴുതിക്കും. നിങ്ങളുടെ ഏത് ഹോജ വേണമെങ്കിലും കൊണ്ട് നിങ്ങളുടെ തെളിവൊക്കെ ഇഷ്ടം പോലെ തെളിവില്ല. നിങ്ങൾക്ക് ഇത്ര തെളിവായി പറയണത് ഒക്കെ ഒന്ന് കൊണ്ടുവന്നിട്ട് നമുക്കൊന്ന് വാദപ്രയോഗം നടത്തിയാൽ എന്താ? നിങ്ങളൊക്കെ കഴിവുള്ള പ്രാപ്തിയുള്ള ആളുകളെയും കൊണ്ടുവന്നു നിങ്ങൾ, എന്നിട്ട് വാദപ്രയോഗം നടത്തിയിട്ട് വിഷയങ്ങൾ സ്ഥിരീകരിക്കല്ലേ? ഇവർ തന്നെ നിങ്ങൾ തന്നെയല്ലേ, നിങ്ങൾ തന്നെ വലിയ ഹോജാക്കന്മാരാണ്, നിങ്ങൾ തന്നെ മതി, നമുക്ക് കുഴപ്പമൊന്നുമില്ല. ഇവിടെ എത്ര ആൾക്കാർ വാദപ്രയോഗം നടത്തുന്നത്? നമ്മളിപ്പോൾ റോഡിൽ പോയ ഒരു ജമാഅത്ത് തന്നെ വഴി നടന്നിട്ട് കിട്ടാനില്ലേ വാദപ്രയോഗത്തിന്? റോഡിൽ കൂടെ പോയി ആളെ പിടിച്ച് വാദപ്രയോഗം നടത്തി, അയാൾക്ക് വാദപ്രയോഗം നടത്തുന്നുണ്ട്. അപ്പോൾ ഇത് നിങ്ങൾ ഒരു തീരുമാനമാക്കും. ഇപ്പം നമസ്കാരത്തിന് വേണ്ടി പിരിയുക, ഈ വാദം എഴുതാമെങ്കിൽ നമുക്ക് വാദപ്രയോഗം നടത്താം. രണ്ടും എഴുതിയിട്ട് ഞങ്ങളെ പറയട്ടെ. അപ്പോ ഈ വാദം നമ്മൾ എഴുതാമെങ്കിൽ എഴുതാം. അതാണ് ഞങ്ങളുടെ നിലപാട് കൃത്യമാണ്. ഞങ്ങളുടെ വാദത്തിൽ യായ് ബാദല്ലയുണ്ട്, നിങ്ങളുടെ തീമുണ്ട്, രണ്ടുമുണ്ട്. അല്ല ഞങ്ങൾക്ക് നമസ്കാരത്തിന് ശേഷം ഇരിക്കാനുള്ള സമയമല്ല, അവർക്ക് ഒരു പ്രോഗ്രാം ഉണ്ട്. അപ്പൊ ഞങ്ങൾ പറഞ്ഞ ഈ വാദം എഴുതാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ ഇൻഷാ അല്ലാഹ് നമുക്ക് എഴുതാം. ഞങ്ങൾ തുടക്കം മുതൽ പറഞ്ഞ ഈ വാദം അല്ല ഇൻഷാ അല്ലാഹ് അത് ഞങ്ങൾ അവിടെ തെളിയിച്ചോളാം. വാദത്തിൽ തീരുമാനമാകാതെ പിരിഞ്ഞു എന്നെഴുതാം. വെറുതെ എഴുതണ്ട, വെറുതെ പോണ്ട. വാദത്തിൽ അനുല്ലേ ഞങ്ങളെ വാദം വാദത്തിൽ തീരുമാനമാകാതെ ഞങ്ങളെ വാദം ഞങ്ങൾ അവതരിപ്പിച്ചു, നിങ്ങളെ വാദം നിങ്ങൾ അവതരിപ്പിച്ചു. അങ്ങനല്ല, ഒരാളെ സംബന്ധിച്ചിടത്തോളം വാദത്തിൽ തീരുമാനമാകാതെ സാധാരണ ഒരു വ്യവസ്ഥ എഴുതിയാല് രണ്ടുപേർക്ക് അല്ല നമ്മൾ അവിടെ റെക്കോർഡിംഗ് ഉണ്ട്. അല്ല ഇപ്പൊ ഇത് സംവാദം നടത്താൻ തീരുമാനിച്ചോ ഇല്ലാതെ വേണ്ടാൻ തീരുമാനിച്ചോ? ഈ വാദത്തിൽ സംവാദത്തിനാണ്. ഓക്കെ അത്രേ ഉള്ളൂ, അല്ലാത്തനില്ല. ശരി, അപ്പോ ആ വാദത്തിന് വാദപ്രയോഗത്തിനുള്ളൂ, അല്ലാത്തനില്ല എന്നുള്ളതാണ്. അപ്പോ ഈ സംവാദം നടത്താൻ പിന്നെ വാദം സ്ഥിരീകരിക്കാതെ പിരിഞ്ഞു എന്ന് എഴുതിയപ്പെട്ടു. അല്ല ഞങ്ങളുടെ വാദവും നിങ്ങളുടെ വാദവും അപ്പൊ ഇനി എഴുതി ഒപ്പിടണ്ടോ? എഴുതി ഒപ്പിടാതെ പിരിയാനാ? ആയിക്കോട്ടെ, എഴുതി ഒപ്പിടാതെ നിങ്ങളെ വാദം ഞങ്ങൾക്കും അംഗീകരിക്കാൻ പറ്റില്ല, ഞങ്ങളെ വാദം നിങ്ങൾക്കും അംഗീകരിക്കാൻ പറ്റില്ല. അത് കാരണമാണ് അതുകൊണ്ടല്ലേ വാദം. അതുകൊണ്ട് ഞങ്ങൾ ഇവിടെ പറഞ്ഞ വാദത്തിൽ വാദപ്രതിവാദത്തിൽ നിങ്ങൾ സന്നദ്ധരല്ല. നിങ്ങൾ എഴുതിയ പറഞ്ഞ വാദത്തിൽ വാദപ്രതിവാദം ഞങ്ങൾ അത് വേണമെങ്കിൽ എഴുതാം. ഞങ്ങളുടെ വാദം ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഈ വാദത്തിൽ അത് വാദമല്ല, നിങ്ങളുടെ വാദത്തിൽ വാദമില്ല. വാദവും തെളിവും ഒരുപോലെയാണ്. നിങ്ങൾ പറഞ്ഞ വാദത്തിൽ ഞങ്ങൾ സന്നദ്ധരല്ല. ഞങ്ങൾ പറഞ്ഞ വാദത്തിൽ നിങ്ങൾ സന്നദ്ധരാണ്. അത് മതി. ശരി, അപ്പൊ അത് അവസാനിപ്പിക്കാൻ പോകണം എന്ന് പറയുന്നത് ഇൻഷാ അല്ലാഹ് അവസാനിപ്പിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞത് ഇല്ല, തീർന്നില്ല. ഞാനിവിടെ നിർത്താണ്, കൺക്ലൂഷൻ ചെയ്യാണ്. നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞത് എന്റെ സഹോദരങ്ങൾ, ഇവിടെ കൂടിയ ആളുകൾ, ഇനി കാണുന്ന ആളുകൾ ആരാണെങ്കിലും അതിന്റെ നസീഹത്തോടു കൂടി മാത്രം, ഗുണകാംക്ഷയോടുകൂടി മാത്രം എടുക്കുക. മറ്റുള്ള വ്യക്തിപരമായ ദേഷ്യമോ ഒന്നുമല്ല. സഹോദരങ്ങളെ അങ്ങനെ മനസ്സിലാക്കുകയും ചെയ്യരുത്. ഇത് തൗഹീദും ആ ശിർക്കും വേർതിരിയേണ്ട വിഷയമായതുകൊണ്ട് മാത്രം സംസാരിച്ചിട്ട് ആരെങ്കിലും മനസ്സിൽ വ്യക്തിപരമായ വേദനകളോ പ്രയാസങ്ങളോ വന്നു വിട്ടുണ്ടെങ്കിൽ നിങ്ങൾ മാപ്പാക്കണം എന്ന് പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുന്നു. വാഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും. നമ്മൾ ഈ കൂടിയതും അതുപോലെ നമ്മളെ നിയ്യത്തും പടച്ച തമ്പുരാൻ ഒരു സ്വാലിഹായ അമലായി നമ്മളിൽ നിന്ന് സ്വീകരിക്കുമാവട്ടെ. നമുക്കെല്ലാവർക്കും നല്ല ഉദ്ദേശമാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ ഈ വിഷയം മധ്യസ്ഥന്മാർ അവസാനിപ്പിക്കല്ലെന്നാ. അല്ല, നിസ്കാരത്തിന് ശേഷം നമുക്ക് അവരെ അല്ല നമ്മൾ ഇവിടുന്ന് തന്നെ എഴുതിക്കൊള്ളി. ഈ വാദം അവസാനിപ്പിച്ചു. അല്ല നമ്മൾ അതൊന്നല്ല എത്ര നേരം വളരെ വ്യക്തമായി ചെയ്തണോ ഏതെങ്കിലും തീരുമാനം തൗഹീദ് എന്ന വിഷയം എഴുതിയിട്ട് ആ വിഷയത്തിൽ അടിസ്ഥാനപരമായി നമുക്ക് ആ വിഷയത്തിൽ ഇപ്പോൾ
ഏതൊരു മുജാഹിദിനോട് ഒരു 4-5 കൊല്ലം ചർച്ച വരുന്നതിന് മുന്നേ ജിന്നിനോട് ഏത് തരത്തിൽ സഹായം ചോദിക്കാൻ മുജാഹിദ് പറയും. ഈ ചർച്ച വരുന്നതിന് മുമ്പ് അല്ല എത്ര കൊല്ലം ഈ ചർച്ച ഇപ്പൊ 2007 ചോദിച്ചിട്ടുണ്ടോ? ഇതൊന്നും നല്ല ചർച്ച ഒരു മുജാഹിദിനോട് ചോദിച്ചാൽ അതിൽ നിന്ന് ഇപ്പം വ്യത്യാസമായിട്ട് കാണുന്നുണ്ട്. അതുകൊണ്ട് അത് മനസ്സിലാകണം എന്ന് തന്നെ തീരുമാനിച്ച ഈ ചർച്ച സംഘടിപ്പിച്ചത്. ഒരു മുജാഹിദിനോട് ചർച്ച വരുന്നതിന് മുമ്പേ ഒരു മുജാഹിദിനോട് ഈ വിഷയം ജിന്നിനോട് ഏത് നിലക്കായിക്കോട്ടെ, കൈവിൽപ്പെട്ട കാര്യം കൈവിൽപ്പെടാതെ ഏത് കാര്യം ചോദിക്കാൻ ശിർക്കാണെന്ന് പൈസ പറയട്ടെ, ശിർക്കാണ് എന്ന് പറയൂ. നമ്മൾ ആ ചർച്ച നിങ്ങൾ എന്ത് നിങ്ങൾ എന്ത് ചർച്ചയെ വന്നില്ല, പൈസയിലൂടെ വിഷയിക്കാൻ പൈസ പറയണ്ട. യാ ഇബാദായി എന്നുള്ള വിഷയത്തിൽ ശിർക്കുണ്ടോ, മതിന് ശിർക്കുണ്ടോ ഇല്ലയോ എന്നുള്ള ചർച്ചയിൽ നമ്മൾ ഇവിടെ ഇരിക്കുന്നത്. അപ്പൊ വളരെ പ്രധാനപ്പെട്ട വിഷയം എന്താണെന്ന് വെച്ചാൽ ഒരാള് ജിന്നിനോട് സഹായം തേടുന്നു. പരിധിയിലുള്ള ജിന്നിനോട് ഒരാൾ സഹായം തേടുന്നു. ഇപ്പോഴുള്ള വിഷയം പറഞ്ഞു ഞങ്ങളുടെ അർത്ഥം പരിധിയിലുള്ള ജിന്നിനോട് രണ്ട് കാര്യം പറഞ്ഞു. താഴെ തോന്നി എന്ന് പറഞ്ഞില്ലേ, ഈ തർക്കം വന്ന് എന്തുകൊണ്ട് പറഞ്ഞുതരാം. ഒരാൾ ഈ പരിധിയിലുള്ള ജിന്നിനോട് സഹായം തേടി, കൈവിൽപ്പെട്ട കാര്യം തന്നെ സഹായം തേടി, അത് ശിർക്കാണ് എന്നാണ് നമ്മളെ വാദം. അത് ശിർക്കല്ല എന്ന് വാദിക്കുന്നതിനാണ് യാ ഈ വാദം. നമ്മൾ ആയത്തോതി എന്ന് പറഞ്ഞാൽ ഞാൻ ആയത്തോതി നടത്തുന്നില്ല. ഈ ആയത്തിന്റെ കാര്യം പറഞ്ഞോടത്ത് സുഹൃത്ത് ജിന്നുള്ള ആയത്ത് പറഞ്ഞാണ്. അത് ചോദിക്കുന്ന ചോദ്യം എന്താണ്? ജിന്നിന്റെ കൈവിൽപ്പെട്ട കാര്യമാണ്. അത് കേൾക്കുന്ന പരിധിയാണ് ചോദിക്കുന്നത്. കാരണം ജിന്നുകൾക്ക് ഗർവ് വർദ്ധിക്കുന്ന ആയത്ത് തന്നെ ഉണ്ട്. സലായിപ്പ നിശ്ചയിച്ചിട്ടുണ്ട്. ജിന്നുകൾക്ക് ഗർവ് ആയത്ത് തന്നെയുള്ള കാര്യമാണ്. അപ്പോ ആ വിഷയമാണ് എന്ത് ചെയ്ത് ഞങ്ങൾ ചർച്ച ചെയ്ത്. അതിന് നിങ്ങളുണ്ട്, പൈസ ഉണ്ടായാലും നിങ്ങളുണ്ടായാലും നിങ്ങൾ എന്ത് എഴുതി വന്നിക്കോ, അനീഫ് എന്തെങ്കിലും എഴുതി വന്നിക്കോ എന്നുള്ള എല്ലാം മുമ്പ് വേറെ പറഞ്ഞിട്ടുണ്ട്, കുഞ്ഞുങ്ങൾക്ക് നേരെ പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ നമ്മൾ പ്രധാനപ്പെട്ട വിഷയമാണ്. അതിന് നിങ്ങൾ ഒരുപാട് തെളിവുകൾ നിങ്ങളുടെ കയ്യിലുണ്ട്. നിങ്ങളെല്ലാം തെളിവ് കൊണ്ടുവന്നോ ഈ വാദത്തിൽ. അല്ലെങ്കിൽ ഈ വാദത്തിൽ രണ്ടു കൂട്ടർ ശിർക്കാണെന്ന് എഴുതി ഒപ്പിടുക. പിന്നീട് എന്ത് ചെയ്യുക, വേറെന്താ വിഷയം ഒപ്പിടുക. ഇത് രണ്ടു കൂട്ടർക്കും ഒരേ വാദങ്ങൾ നമ്മൾ ഒറ്റ ചർച്ച ചെയ്യേണ്ട. ഇതിന്റെ അവസാനം ഇതിന്റെ മധ്യത്തിൽ ശിർക്കുണ്ട് എല്ലാം നമുക്ക് ചെയ്യാം. വളരെ പ്രധാനപ്പെട്ട വിഷയമാണ്. ഒരു ദുർബല ഹദീസിന്റെ അടിസ്ഥാനം എന്താ? അടിസ്ഥാനം അതിനാ ദുർബല പിന്നെ അങ്ങനെ ഹദീസിനില്ല. അതുകൊണ്ട് പൈസ നമ്മൾ ചർച്ച ചെയ്ത് എന്ന വിളിയിൽ ജിന്നിനെയും മലക്കിനെ ഉദ്ദേശിച്ചാൽ ശിർക്കാന്ന് പറഞ്ഞത്. ഇപ്പൊ ഇവര് പറഞ്ഞ തന്നെയാ അത് ശിർക്കാണ് എന്ന ഹദീസിന്റെ അടിസ്ഥാനത്തിൽ പറഞ്ഞു. യാ ഇബാദല്ലാ എന്നൊരാൾ വിളിച്ചു. ഒരാൾ യാ ഇബാദല്ലാ ഞങ്ങൾ തന്നെ പറയാം. യാ ഇബാദ് എന്നാൾ ഒരാൾ വിളിച്ചാൽ അതൊരു ദിക്ർ എന്ന അർത്ഥത്തിലാണ് വിളിച്ചതെങ്കിൽ ഹദീസ് ദുർബലമായതെന്ന് വിഷയം വന്നപ്പോൾ നമ്മൾ പറഞ്ഞു എന്ത് അത് ബിദ്അത്തേ ആവും. യാ ഇബാദ് ഒരാൾ വിളിച്ചാൽ. എന്നാൽ ഒരാൾ അതിൽ ജിന്ന് സഹായിക്കും മലക്ക് സഹായിക്കും എന്നൊരാൾ വിശ്വസിച്ചു. യാ ഇബാദ് എന്ന് വിളിക്കുമ്പോൾ ജിന്ന് സഹായിക്കും മലക്ക് സഹായിക്കും എന്നൊരാൾ വിശ്വസിച്ചു. എന്നാൽ അതിൽ ശിർക്ക് വരും എന്നേ നമ്മൾ പറഞ്ഞത്. നിങ്ങൾക്ക് അങ്ങനെ ഈ ശിർക്ക് വരില്ല എന്ന് പറഞ്ഞു. യാ ഇബാദ് അള്ളാന്റെ അടിമകളെ ഒരാൾ വിളിച്ചു. ഒരു മലയാളി അള്ളാന്റെ അടിമകളെ എന്ന് വിളിക്കുക. ചിലപ്പോൾ അറബി ചിലപ്പോൾ യാ ഇബാദ് എന്ന് പറയും. അപ്പൊ ഒരാൾ അള്ളാന്റെ അടിമകളെ എന്ന് വിളിച്ചാൽ അതിൽ ജിന്നോ മലക്കോ സഹായിക്കും എന്നൊരാൾ വിശ്വസിച്ചുകൊണ്ട് വിളിച്ചാൽ ശിർക്ക് വരും. നിങ്ങൾ അങ്ങനെ ഇരിക്കുന്നത് അങ്ങനല്ല. അസീസ് പറഞ്ഞ യാ ഇബാദല്ലാ എന്ന് വിളിച്ചാൽ മലയാളിയാണെങ്കിൽ അള്ളാന്റെ അടിമകളെ എന്നാ വിളിക്കുക. അപ്പൊ എഴുതിക്കോ, അള്ളാന്റെ വിജന പ്രദേശത്ത് അള്ളാഹുവിന്റെ അടിമകളെ എന്ന് വിളിക്കുകയും അതുവഴി മലക്കോ ജിന്നോ സഹായിക്കുമെന്ന് വിചാരിക്കുകയും ചെയ്താൽ അത് ശിർക്കാണ്. എഴുതിക്കോ. ഫൈസൽക്ക് പറഞ്ഞത് യാ ഇബാദ് എന്ന ഹദീസ് തന്നെയാണ് ചർച്ചാ വിഷയം. അതിൽ മലക്കിനെയും ജിന്നിനെയും ഉദ്ദേശിച്ചാൽ ശിർക്കാണ് ഞങ്ങളും അതിൽ അതിൽ വ്യതിയാനിച്ചിട്ടുണ്ടോ ഇല്ലെന്നല്ല. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് ഈ വാദം പറയാൻ നിങ്ങൾക്ക് കഴിയില്ല പറഞ്ഞതുപോലെ കഴിയില്ല എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ഇവിടെയുള്ള വിഷയം അതിൽ ഞാൻ ഇവിടെ വിഷയം യാ ഇബാദല്ലാ എന്ന് വിളിക്കൽ മാത്രല്ല. അതാണ് ഇവിടുത്തെ ചർച്ചേന്റെ കാരണം. ഈ അസീസ് എന്ത് കാര്യമില്ല. അസീസിനോടാണ് സക്കരിയ സലാഹി പറഞ്ഞത് റമദാൻ മാസത്തിൽ ഒരാള് ശൈത്താനോട് പറയുന്നത്, ശൈത്താനെ ഈ റമദാൻ മാസത്തിലെങ്കിലും എന്നെ ഒന്ന് ഉപദ്രവിക്കാതിരിക്ക് എന്ന് ശൈത്താനോട് പറഞ്ഞാൽ ശിർക്കാവോ? സക്കരിയ സലാഹി പറയുന്നു ഇല്ല, അത് കുഫ്രയാവുള്ളൂ.
അത് യാ ഇബാദല്ലാഹ് ഐനുനി എന്ന് വിളിച്ചതാ? യാ ഇബാദല്ലാഹിന്റെ അടിസ്ഥാനത്തിലാ? പുഴയിൽ വീണ മനുഷ്യൻ ജിന്നെ വിളിക്കുന്നു, അത് യാ ഇബാദല്ലാഹിന്റെ അടിസ്ഥാനത്തിലാ? രാത്രിയുടെ ഇരുളിൽ തപ്പിത്തടഞ്ഞ് നടക്കുന്ന ആള് അയാൾ ജിന്നിനെ വിളിക്കുന്നു, അത് യാ ഇബാദല്ലാഹിന്റെ അടിസ്ഥാനത്തിലാ? അല്ലെങ്കിൽ നിങ്ങൾ അത് പറ. യാ ഇബാദല്ലാഹ് എന്നതിന്റെ അടിസ്ഥാനത്തിലാണ് സക്കരിയ സലാഹി പുഴയിൽ വീണ് ജിന്നെ എന്ന് വിളിക്കാന്നുള്ളതിന് തെളിവെടുത്തത്. അതാണ് ഈ റമളാൻ മാസത്തിൽ ജിന്നിനോട് സഹായം തേടിയ ശിർക്കല്ല എന്ന് പറഞ്ഞത്. അതാണ് ജബ്ബാർ മൗലവി എഴുതിയത് എന്ന് നിങ്ങൾ പറ. ജബ്ബാർ മൗലവി പറയുന്നു ആ ഹദീസും ഞാനും തമ്മിലൊരു ബന്ധമില്ല. പിന്നെ നിങ്ങൾ പറഞ്ഞെടുക്കുക ജബ്ബാർ മൗലവി അതാ പറഞ്ഞത്. അപ്പോ ആ നിലയിൽ ഇവിടെ വിഷയം വളരെ കൃത്യമായി പറഞ്ഞു. നിങ്ങൾ വാദപ്രതിവാദം നടത്തിയിട്ടോ അല്ലെങ്കിൽ വ്യവസ്ഥ ചെയ്തിട്ടോ നിങ്ങൾക്ക് പരിചയമില്ലെങ്കിൽ പരിചയമുള്ള ആളുകളോടൊന്ന് ചോദിച്ചാൽ മതി. നിങ്ങൾ സുന്നികൾ വാദപ്രയോഗത്തിന് വന്ന എന്താ ഇതില്? പിന്നെ ഇപ്പൊ കഴിഞ്ഞ വാദപ്രതിവാദം, മൂവാറ്റുപുഴ വാദപ്രതിവാദം, അതില് അല്ലെങ്കിൽ അതിനു മുമ്പുള്ള വാദപ്രതിവാദം, അതിനു മുമ്പ് പിന്നെ കുന്നത്തേരി വാദപ്രതിവാദത്തിൽ അവർ തെളിവ് ധരിച്ചത് എന്താ? ഈസാ നബി അലൈഹി ഇസ്ലാം വരുന്ന തെളിവാണ്, യാ മുഹമ്മദ്. അപ്പൊ യാ മുഹമ്മദ് എന്ന ഹദീസിന്റെ അടിസ്ഥാനത്തിൽ എന്ന് പറഞ്ഞിട്ടുള്ള തെളിവ് എഴുതിയത്. നമ്മൾ വാദം എഴുതുന്ന എന്താ? മരിച്ചുപോയ മഹാന്മാരോട് മുഹീദ്ദീൻ ശേഖയെ കാക്കണേ, ബദരീങ്ങളെ രക്ഷിക്കണേ എന്നിങ്ങനെ ഇങ്ങനെയാ വാദം എഴുതല്. എന്നിട്ട് അതിനുള്ള തെളിവെന്താ? ആ തെളിവ് അപ്പൊ കൊണ്ടുവരും. അത് നിങ്ങൾക്ക് ഖുർആാനുണ്ടോ നിങ്ങൾ കൊണ്ടുവന്നോ? ഹദീസ് ഉണ്ടോ കൊണ്ടുവന്നോ? ഇത് രണ്ടുമില്ല, ദുർബല ഹദീസുള്ള അത് കൊണ്ടുവന്നോ? ഇനി അത് മുജാഹിദുകൾ സ്വീകരിക്കൂല, ഉമർ മൗലവി പറഞ്ഞെന്നാണോ, KP പറഞ്ഞെന്നാണോ, AP പറഞ്ഞെന്നാണോ? കൊണ്ടുവന്നോ? അതൊക്കെ അവിടെ കൊണ്ടുവരേണ്ടതാണ്. ഇവിടെ നിങ്ങളെ വാദം എന്താ? നിങ്ങളുടെ വാദം ഒരു ജിന്ന് ഞാൻ പറയുന്നത് കേട്ടു, ഈ പരിധിയിലുള്ള ജിന്ന് സക്കരിയ സലാഹി പറയുന്നത്. അപ്പൊ ആ പരിധിയിലുള്ള ജിന്ന്, കഴിവുള്ള ജിന്ന്, അതാ ഹാലിറായ ഹയ്യായ ഖാദിറായ എന്ന് പറഞ്ഞത്. ഈ ജിന്നിനോട് അതിന്റെ കഴിവിൽപ്പെട്ടത് ചോദിക്കുന്നത് ശിർക്കല്ല. അതാണ് ആരോട് ചോദിക്കുന്നത് ശിർക്കല്ല. അതായത് പഴപ്പിക്കുന്ന ശൈത്താനോട് ചോദിക്കുന്നത് ശിർക്കല്ല. അതായത് അതാണ് പുഴയിൽ വീണ മനുഷ്യൻ ജിന്നിനോട് ചോദിക്കുന്നത് ശിർക്കല്ല. അതായത് അതാണ് രാത്രിയുടെ ഇരുളിൽ ശിർക്കല്ല. അതായത് ഇത് ശിർക്കല്ല എന്നുള്ളതിന് എന്താ നിങ്ങളെ തെളിവ്? ജബ്ബാർ മൗലവി പറയുന്നു എന്റെ അടുത്ത് യാ ഇബാദല്ലാഹ് എന്നുള്ള തെളിവൊന്നുമില്ല. നിങ്ങൾ പറയുന്നു യാ ഇബാദല്ലാഹ് തെളിവ്. ആ തെളിവ് നിങ്ങൾ ഈ വാദത്തിന് പറ്റുമോ ഇല്ലയോ പരിശോധിക്കാം. ഒന്ന്. രണ്ടാമത്തേത്, ഈ വാദം പൂർവികരായ മുജാഹിദ് നേതാക്കന്മാർക്കുണ്ട് എന്നാണ് നിങ്ങൾ പറയുന്നത്. ഉണ്ടോ ഇല്ലയോ അവിടെ പരിശോധിക്കാം. അവിടെ ഉണ്ടോ ഇല്ല? നിങ്ങൾ പറയുന്ന വാദം ഈ ഹയ്യായ ഹാലിറായ ഖാദിറായ ജിന്നിനോട് അതിന്റെ കഴിവിൽപ്പെട്ടത് ചോദിക്കുന്നത് ശിർക്കല്ല, അതിന് മരിച്ചുപോയ മഹാന്മാരോട് തേടുന്നത് ശിർക്കല്ല എന്ന് സുന്നികൾ വാദിക്കുന്നത് പോലെ വാദിക്കുന്നു. സുന്നികളെ അതിന് ഉദാഹരണമായി മൊയ്തീൻ ശേഖയെ കാക്കണേ, ബദരീങ്ങളെ രക്ഷിക്കണേ എന്ന് ഉദാഹരണം പറയുന്നത് പോലെ നിങ്ങളെ മൊയ്ലിയമാർ നിങ്ങളോട് പറയുന്നു പുഴയിലേക്ക് വീണു പോകുന്ന മനുഷ്യൻ ജിന്നെ കാക്കണേ എന്ന് പറയുന്നത് പോലെ, രാത്രിയുടെ ഇരുളിൽ പോകുന്ന ആള് പിന്നെ ജിന്നെ വെളിച്ചം തരണേ എന്ന് പറയുന്നത് പോലെ, റമളാനിൽ പിഴപ്പിക്കുന്ന ശൈത്താനോട് എന്നെ പിഴപ്പിക്കരുത് എന്ന് പറയുന്നത് പോലെ, അതൊന്നും എന്തല്ല? ശിർക്കല്ല. സുന്നികളതിന് ഇന്നമ വലിയക്കുമുള്ളതും വസൽമൻ അർസലിനോതും അതേപോലെ യാ മുഹമ്മദ് എന്നുള്ള ഹദീസ് കൊണ്ടുവരും, ഇതൊക്കെ കൊണ്ടുവരും. അതുപോലെ നിങ്ങൾ കൊണ്ടുവരുന്നു ആ യാ ഇബാദല്ലാഹ്, ഒരു യാ മുഹമ്മദ് എന്ന് പറയുന്ന മാതിരി നിങ്ങൾ യാ ഇബാദല്ലാഹ് എന്നുള്ളൊരു ഹദീസ് കൊണ്ടുവരുന്നു. തെളിവാണോ അല്ലയോ നമുക്ക് അവിടുന്ന് പരിശോധിക്കാം. അപ്പൊ ആദ്യം വാദം എന്ത് എന്ന് മനസ്സിലാക്കി ആ വാദം എഴുതുക. അതാണ് നിങ്ങൾ എഴുതേണ്ടത്, അതിനാണ് നിങ്ങൾ തയ്യാറാവേണ്ടത്. അതാണ് നിങ്ങൾ ആ വാദം എഴുതണമെന്ന് പറയാനുള്ള കാരണം. ഇനി യാ ഇബാദല്ലാഹ് എന്ന് അല്ലെങ്കിൽ അള്ളാഹുവിന്റെ അടിമകളെ എന്ന് വിജനപ്രദേശത്ത് വെച്ച് ഒരാളൊരു പ്രതിസന്ധിയിലകപ്പെടുമ്പോ അള്ളാഹുവിന്റെ അടിമകളെ അല്ലെങ്കിൽ യാ ഇബാദല്ലാഹ് എന്ന് വിളിച്ചാൽ ശിർക്കല്ല. ഇതാണോ നിങ്ങളെ വാദം? നിങ്ങളെ വാദം എഴുതിക്കോ. അതിനുള്ള തെളിവെന്താ? യാ ഇബാദല്ലാഹ് ഐനുനിയ. അടിസ്ഥാനങ്ങൾ അവിടെ കൊണ്ടുവരി, അടിസ്ഥാനങ്ങൾ അവിടെ കൊണ്ടുപോവാ. പ്രതിസന്ധിയിൽ അകപ്പെടുന്ന ഒരു മനുഷ്യൻ പുഴയിൽ വീഴുന്നത് പോലെ, രാത്രി ഇരുട്ടിൽ അകപ്പെടുന്നത് പോലെ പ്രതിസന്ധിയിൽ അകപ്പെടുന്ന ഒരു മനുഷ്യൻ, നിങ്ങൾ അങ്ങനെ തന്നെ എഴുതിക്കോ. ഞാൻ നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾ ഈ വാദം പരിഗണിച്ച് ഞങ്ങളുടെ വാദത്തിൽ ഞങ്ങൾ ഇങ്ങനെ മാറ്റാൻ പുഴയിൽ വീഴുക എന്നതുപോലെ, രാത്രിയുടെ ഇരുട്ടിൽ അകപ്പെടുക എന്നതുപോലെ പ്രതിസന്ധിയിൽ അകപ്പെടുന്ന ഒരു മനുഷ്യൻ അള്ളാഹുവിന്റെ അടിമകളെ അല്ലെങ്കിൽ യാ ഇബാദല്ലാഹ് എന്നിങ്ങനെ മലക്കുകളെയോ ജിന്നുകളെയോ ഉദ്ദേശിച്ചുകൊണ്ട് വിളിച്ചാൽ അത് ശിർക്കാകുന്നു. അത് ശിർക്കല്ല എന്നാണ് നിങ്ങളെ വാദം. അത് ശിർക്കല്ല നിങ്ങൾ എഴുത്. എന്നിട്ട് എന്താ തെളിവ്? യാ ഇബാദല്ലാഹ്. അത് നിങ്ങൾ അവിടെ പറ. അങ്ങനല്ലേ വാദപ്രതിവാദം നടക്കേണ്ടത്? അങ്ങനെ ഇക്കാലം വരെ വാദപ്രതിവാദം നടന്നത്. അല്ലാതെ വ്യവസ്ഥ എഴുതുമ്പോ വാദം എഴുതുമ്പോഴല്ല തെളിവ് പറയൽ. അപ്പൊ നിങ്ങളുടെ വാദം ഇതാണ്. എന്ത്? പുഴയിൽ വീണത് ഒഴുകിപ്പോകുന്ന മനുഷ്യൻ, അല്ലെങ്കിൽ ഈ രാത്രിയുടെ ഇരുട്ടിൽപ്പെടുന്ന മനുഷ്യൻ, അല്ലെങ്കിൽ റമളാനിൽ എന്നെ ശൈത്താൻ ഉപദ്രവിക്കുമോ എന്ന് പേടിക്കുന്ന മനുഷ്യൻ, ഈ മനുഷ്യൻ അവിടെ വെച്ച് അള്ളാഹിന്റെ അടിമകളെ എന്നെ
ഉപദ്രവിക്കല്ലേ, അല്ലെങ്കിൽ എന്നെ സഹായിക്കണേ എന്നിങ്ങനെ ജിന്നുകളെയോ മലക്കുകളെയോ ഉദ്ദേശിച്ചുകൊണ്ട് സഹായം തേടിയാൽ അത് ശിർക്കല്ല. ഇതാണ് സക്കരിയ സലാഹിന്റെ വാദം, അതാണ് ജബ്ബാർ മൗലവിന്റെ വാദം, അതാണ് നിങ്ങളൊക്കെ പുറത്തു പറയുന്ന വാദം. ആ വാദം എഴുതുക. എന്നിട്ട് തെളിവ് നിങ്ങൾക്ക് സൂറത്തിൽ ഫാത്തിഹ മുതൽ സൂറത്തിൽ നാസ് വരെയുള്ള ഖുർആനിൽ ഏതെങ്കിലും ആയത്തുണ്ടോ? നിങ്ങൾ ഈ ആയഭാസല്ല മാത്രം നോക്കണ്ട, എന്തൊക്കെ തെളിവ് നിങ്ങൾക്കുണ്ടോ അതൊക്കെ നിങ്ങൾ കൊണ്ടുവന്നു, അതൊക്കെ നമുക്ക് അവിടുന്ന് പറയാം. ഇവിടെ നിങ്ങൾ ഈ വാദത്തിലേക്ക് നിങ്ങൾ വരണം എന്നാണ് പറയാനുള്ളത്. അസ്സലാമു അലൈക്കും. ഇവിടെ നമ്മൾ ഇരുന്നത് ഫൈസൽക്കയും അസീസ്ക്കയും സംസാരിച്ചതിന്റെ ഫലമായിട്ടാണ്, അല്ലാതെ സക്കരിയ സുലായും അസീസ്ക്കയും സംസാരിച്ചതിന്റെ ഫലമല്ല. അസീസ്ക്ക് ഇവിടെ പറഞ്ഞു ഇത് ഒരു ദിക്റായിട്ട് ചെയ്താൽ അത് ബിദ്അത്താണ്. ദിക്ർ എന്ന് പറഞ്ഞാൽ വെറുതെ ദിക്റല്ല, ആ ഹദീസിന്റെ അടിസ്ഥാനം ഫൈസൽക്ക് വ്യക്തമായി പറഞ്ഞു. ഈ ഹദീസിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ അവിടെ ജിന്നിനെയും മലക്കിനെയും ഉദ്ദേശിച്ചാൽ അത് ശിർക്കല്ലെന്ന് ഫൈസൽക്കയും ഷിർക്കാണെന്ന് അസീസ്ക്കയും. അതൊരു ദിക്ർ എന്ന നിലക്കാണെങ്കിൽ ബിദ്അത്താണ്. ജിന്നിനെയും മലക്കിനെയും ഉദ്ദേശിക്കാതെ ദിക്ർ എന്ന നിലക്കാണ് ബിദ്അത്താണെന്നാണ് ആര് പറഞ്ഞത്? അസീസ്ക്ക പറഞ്ഞത്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ പറയുന്നു ഈ വിഷയത്തിൽ മുജാഹിദ് പ്രസ്ഥാനത്തിലെ പഴയ പണ്ഡിതന്മാരുടെ കെജെയുടെ നേതൃത്വത്തിലുള്ള പണ്ഡിതന്മാരുടെ നിലപാട് ഇതിൽ ദുആ ഇല്ല, അതുകൊണ്ട് അത് ഷിർക്കുമല്ല. അതുകൊണ്ട് തന്നെ ആ നിലപാടിൽ നിന്ന് വ്യതിചലിച്ചത് നിങ്ങളാണ്. അതിൽ എഴുതാൻ നിങ്ങൾക്ക് തയ്യാറുണ്ടോ? പിന്നെ ഞങ്ങളെ വാദം ഞങ്ങളാണ് പറയാ, നിങ്ങളെ വാദം നിങ്ങളുമാണ് പറയാം. ഇതിൽ ഞങ്ങളെ വാദം ഇതാണ്, ഇതിന് തയ്യാറുണ്ടെങ്കിൽ നമുക്ക് സംസാരിക്കാം. ഇതിന് തയ്യാറാവണം എന്നാണ് ഞങ്ങളോട് പറയാനുള്ളത്. നിങ്ങളുടെ വാദം നിങ്ങൾ ഓരോരുത്തരും അങ്ങോട്ടും ഇങ്ങോട്ടും ചെവി പറഞ്ഞതാണെങ്കിൽ ഞങ്ങൾക്ക് ഒരു വിരോധമില്ല, അത് നിങ്ങൾ പറഞ്ഞു നടന്നോ. ഇത് അങ്ങാടിയിൽ മൈക്കേട്ടിട്ട് ജനങ്ങളോട് പറഞ്ഞ വാദ, അതെന്താ ഇവിടെ വരുമ്പോൾ നിങ്ങൾക്ക് പറയാൻ ഇത്ര മടി? ഞങ്ങളെ വാദം ഞങ്ങൾ പറയും, എന്നാൽ നിങ്ങളെ വാദമാണ് ഞങ്ങൾ ഈ കേട്ടത്. നിങ്ങളെ വാദം ഇതല്ലേ? നിങ്ങൾക്ക് ഇങ്ങനെ വാദമില്ലേ? ഞങ്ങൾ നിങ്ങളെ നേതാക്കന്മാരുടെ പ്രസംഗം, നിങ്ങൾ അനുകൂലിക്കുന്ന ആളുകളുടെ പ്രസംഗം കേട്ടിട്ട് ഞങ്ങൾ മനസ്സിലാക്കിയതാണ് പുഴയിൽ വീണ് ഒഴുകിപ്പോകുന്ന മനുഷ്യൻ, അതേപോലെ രാത്രിയുടെ ഇരുട്ടിലകപ്പെട്ട മനുഷ്യൻ, അവിടെ ജിന്നുണ്ട് എന്ന് വിചാരിച്ച് ജിന്നെ കാക്കണേ എന്ന് പറഞ്ഞാൽ ശിർക്കല്ല എന്നാണ് നിങ്ങളെ നേതാക്കന്മാർ പ്രസംഗിച്ച വാദം എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കിയത്. അത് തെറ്റാണോ? അത് ശിർക്കാണെന്നാണോ നിങ്ങളെ നേതാക്കന്മാരുടെ വാദം? ഞങ്ങളത് ഇങ്ങോട്ട് പറയും. എന്നാ ഞങ്ങൾ ആ വാദത്തിൽ നിന്ന് മാറ്റി നിങ്ങൾ പറയുന്നിടത്തേക്ക് വരാം. നിങ്ങളെ നേതാക്കന്മാർ പ്രസംഗിച്ചതിൽ നിന്ന് ഞങ്ങൾ മനസ്സിലാക്കിയതാണ്. നിങ്ങൾ പറ, അത് ഞങ്ങളെ നേതാക്കന്മാർക്ക് ഒന്നുകിൽ അവർക്ക് അബദ്ധം പറ്റിയാന്ന് പറ, അല്ലെങ്കിൽ ഞങ്ങൾ മനസ്സിലാക്കിയെടുത്ത് അബദ്ധം പറ്റിയാന്ന് പറ. ഞങ്ങളെ നേതാക്കന്മാർക്ക് അങ്ങനെ ഒരു വാദമില്ല. ഹയ്യായ ഹാളിറായ ഖാദിറായ ജിന്നിനോട് അതിന്റെ കഴിവിൽപ്പെട്ടത് ചോദിച്ചാൽ ശിർക്ക് തന്നെയാണെന്നാണ് ഞങ്ങളെ നേതാക്കന്മാരുടെ വാദം. പിന്നെയോ ഒരാൾ ഈ ആയിബാദല്ലാന്ന് ഹദീസിന്റെ അടിസ്ഥാനത്തിൽ പറഞ്ഞാൽ അത് മാത്രമേ ഞങ്ങൾക്ക് തർക്കമുള്ളൂ എന്നാണോ? ആണെങ്കിൽ അത് പറ. അതാണ് നിങ്ങളെ നേതാക്കന്മാരെ വാദം. നിങ്ങൾ പറഞ്ഞതല്ല, നിങ്ങളെ നേതാക്കന്മാരെ വാദം പറയാൻ നിങ്ങൾക്ക് കഴിയുന്നില്ല. നിങ്ങളെ പണ്ഡിതന്മാര് പ്രസംഗിച്ച് നടക്കുന്ന വാദം, നിങ്ങളെ നേതാക്കന്മാർ എഴുതിയ വാദം പറയാൻ കഴിയുന്നില്ല. അത് ഓരോ ദിവസവും ആളുകൾ മാറിക്കൊണ്ടിരിക്കുക. ഇത് ഞങ്ങൾക്കറിയാം. നിങ്ങൾ ഈ മാറ്റം മാറുന്നുള്ളത് കൃത്യമായി ഞങ്ങൾക്കറിയാം. അതിന്റെ സൂചനകൾ കിട്ടിത്തുടങ്ങിയിട്ടുണ്ട്. അത് ഇൻഷാ അല്ലാഹ് നിങ്ങൾ ഇവിടുന്ന് മാറ്റും. നിങ്ങളെ ഇപ്പൊ നിങ്ങൾ മാറിയല്ലോ. എന്ത് ആ പുഴയിൽ വീണവനോട് പറയാൻ ധൈര്യമില്ല, രാത്രിയുടെ ഇരുൾ പറയാൻ ധൈര്യമില്ല. പിന്നെന്താ? അത് യായിബാദല്ലാന്ന് മാത്രം, എവിടെ വിജനപ്രദേശത്ത് മാത്രം. അവിടെ ജിന്നെന്ന് പറയാൻ പറ്റുമോ? പറ്റൂല. മലക്കെന്ന് പറയാൻ പറ്റുമോ? പറ്റൂല. അവിടേക്ക് നിങ്ങൾ എത്തേണ്ടി വരും എന്നാ ഞങ്ങളെ നേതാക്കന്മാർ പറഞ്ഞത്. അതല്ല, ഇത് ഹയ്യാണ്, ഹാളിറാണ്, ഖാദിറാണ്. ആ ജിന്നിനോട് എവിടുന്ന് ചോദിച്ചാലും എന്ത് ചോദിച്ചാലും കഴിവുപ്പെട്ടതാണെങ്കിൽ ശിർക്കല്ല. ഇതാണ് നിങ്ങളെ നേതാക്കന്മാരെ വാദം. അത് നിങ്ങൾ അത് അംഗീകരിക്കാൻ തയ്യാറുണ്ടോ? ഉണ്ടെങ്കിൽ അത് പറയാം. ഇനി അല്ല നിങ്ങളെ നേതാക്കന്മാർക്ക് അങ്ങനെ ഒരു വാദമില്ല, അത് ശിർക്കാണ് തന്നെയാണ് ഞങ്ങളുടെയും ഞങ്ങളുടെ നേതാക്കന്മാരുടെയും വാദം, എങ്കിൽ അത് പറഞ്ഞോ, നമുക്ക് അടുത്തയിലേക്ക് പോവാം. ഞങ്ങളിവിടെ ഏതെങ്കിലും നേതാക്കന്മാരുടെ വിഷയം അതല്ല. ഞങ്ങൾ പറഞ്ഞു, ഞങ്ങൾ നേരത്തെ കിട്ടിയ അവസരത്തിൽ പറഞ്ഞു, അനസ് മൗലവി പറഞ്ഞതിൽ നിന്നും അതുപോലെ ചെറിയമുണ്ടം പറഞ്ഞതിലും നേതാക്കന്മാർ പറഞ്ഞല്ല, നിങ്ങൾ പറഞ്ഞതിൽ നിന്നും ഞങ്ങൾക്ക് മനസ്സിലായത് ഈ വിഷയത്തിൽ അത് നിലപാട് മാറ്റിയത് നിങ്ങളാണ് എന്ന് ഞങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്. അതുകൊണ്ട് ഈ വിഷയത്തിൽ അതിപ്പോൾ നേരത്തെ അസീസ്ക്കും ഫൈസലും സംസാരിച്ചത് വളരെ വ്യക്തമായി പറഞ്ഞല്ലോ. പിന്നെ നേതാക്കന്മാർ അവിടെ പ്രസംഗിച്ചത് ഇവിടെ പ്രസംഗിച്ചു എന്ന് പറയേണ്ട. നിങ്ങൾ പ്രസംഗിച്ചതിന്റെ അടിസ്ഥാനത്തിലും അതുപോലെ മുജാഹിദ് പണ്ഡിതന്മാർ മുമ്പ് എഴുതിയതിന്റെ അടിസ്ഥാനത്തിലുമാണ് ഞങ്ങൾ ഇത്രയും സമയം സംസാരിച്ചത്. ഫൈസൽക്ക പറഞ്ഞതും പിന്നെ അതുപോലെ അസീസ്ക പറഞ്ഞതും ഞങ്ങൾ ഈ പറഞ്ഞത് തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിൽ നമുക്ക് ചർച്ച ചെയ്യാം, നിങ്ങൾ അതിൽ പങ്കെടുക്കണം, അല്ലെ നിങ്ങൾ തയ്യാറാവണം എന്നാണ് നമുക്കത് പറയാനുള്ളത്. അസ്സലാമു അലൈക്കും. അല്ലെങ്കിൽ റമദാൻ മാസത്തിൽ ഏത് ജിന്നായാലും ഇതിനെല്ലാം ഈ വാദം ഉന്നയിക്കുന്ന ആൾക്കാർ മെയിനായിട്ട് തെളിവാക്കുന്ന ദുർബല ഹദീസാണല്ലോ നിങ്ങളുടെ വാദം.
അല്ല നീ ഈ വാദത്തിനുള്ള ഇവർ തുടങ്ങിയത് ദുർബല ഹദീസിനാണ് ഇതിന്റെ തുടക്കം. അപ്പൊ ആ ദുർബല ഹദീസിന് അല്ല, ഈ ദുർബല ഹദീസാണ് ആദ്യമേ ഉള്ള. പിന്നെ ജബ്ബാർ മൗലവി അല്ല. അല്ല, ഞാൻ പറയുന്ന വെച്ചാല് ഈ ഹദീസ് തകർത്ത് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞുതരാം അല്ല, ഈ ഹദീസിനെ തകർത്ത് കഴിഞ്ഞാൽ എല്ലാം പൊളിഞ്ഞില്ലേ? അതിൽ നിന്നൂടെ ഇങ്ങക്ക് ഹദീസിന് തകർത്താ പൊളിയല. കാരണം ഹദീസിന്റെ അടിസ്ഥാനത്തിലല്ല എന്റെ വാദം എന്ന് പറയുന്നത്. ജബ്ബാർ വലിയ അപ്പുറത്തുണ്ട്. അതാ പ്രശ്നം. ഞാൻ പറഞ്ഞു ഹദീസിന്റെ അടിസ്ഥാനത്തിലല്ല ഞാനിത് പറയുന്നത്. ഞാനും അസീസും വന്നത് ഹദീസിന്റെ അടിസ്ഥാനത്തിലല്ല ഞാനിത് പറയുന്നത് എന്ന് പറയുന്ന ജബ്ബാർ മൗലവി ഇവിടെ ഉണ്ട്. അങ്ങനെയൊന്നുമില്ല. അങ്ങനെ പറഞ്ഞ ഇരിക്കിരിക്ക്. ആ ഓന്റെ അഭിപ്രായം പറഞ്ഞിട്ട് അങ്ങനെ ഫൈസലിന് അസീസിനോട് പറയാൻ ഒരഭിപ്രായോ എന്നോട് പറയാൻ വേറൊരു അഭിപ്രായം ഇല്ലല്ലോ. അസീസിനോട് പറയാൻ ഒരഭിപ്രായോ എന്നോട് പറയാൻ വേറൊരു അഭിപ്രായോ ഫൈസലിന്? അങ്ങനെ ഉണ്ടാവോ? അപ്പൊ എനിക്ക് തോന്നുന്നത് ഇതിന് ആ ഒരു നിലക്ക് പോലെ നമ്മളിപ്പോ ഏറ്റവും അതില് മാക്സിമം ചെയ്യാൻ കഴിയുന്ന വിട്ടുവീഴ്ചയാണ് അതിൽ ചെയ്തത്. അത് നിങ്ങൾക്ക് പറയാൻ ആ വാദത്തിൽ നിങ്ങൾക്ക് വരാൻ കഴിയുന്നില്ലെങ്കിൽ നിർത്തുന്നത് തന്നെയാണ് നല്ലത്. അതാണ് എനിക്ക് പറയാനുള്ളത്. ഇനി സാലിമിന് കൺക്ലൂഡ് ചെയ്യാൻ മതി. നമ്മൾ നേരത്തെ പറഞ്ഞതും ഇതും ഈ ഒരു വിഷയമാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇതിൽ ശിർക്കില്ല എന്നും ദുആ ഇല്ല എന്നും ഉള്ളത് ആ ഒരു നിലപാട് നിങ്ങൾ വ്യതിചലിച്ചിട്ടുണ്ട് എന്നുള്ള ആദ്യം മുതൽ നമ്മൾ പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് അതിൽ നമുക്ക് തയ്യാറാവണമെങ്കിൽ നമുക്ക് പരസ്പരം ഇത് പെട്ടെന്ന് ചെയ്യണം. കാരണം അവർക്ക് പോകാനുള്ളതാണ്. അപ്പോൾ എന്താണ് ചെയ്ത് നോക്കാം.